നുണയാണോ ഡീൽ? ഒന്നും രണ്ടുമല്ല, 10 മണ്ഡലങ്ങളിൽ ഡീൽ ഉണ്ട് എന്നാണ് പ്രതിപക്ഷ ആരോപണം. പാലക്കാട്ട് പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്താത്ത പിൻവാങ്ങലിന് പകരം 10 ശക്തി കേന്ദ്രങ്ങളിൽ ഘടകകക്ഷികളെ അണിനിരത്തി BJP പ്രത്യുപകാരം ചെയ്തു എന്ന്, അസംബന്ധമെന്ന് പാർട്ടി സെക്രട്ടറിയും ആരോപണം തന്നെ ഡീലെന്ന് മുഖ്യമന്ത്രിയും തിരിച്ചടിച്ചു. ബലിദാനികളെ മറക്കുമോ എന്ന് BJP. പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററും തമ്മിൽ നുണയിൽ നൊബേൽ മത്സരം. പഴയകാല വർത്തമാനങ്ങൾ പൊടി തട്ടിയെടുത്തു മുഖ്യമന്ത്രി. മറുപടിയുമായി G സുധാകരൻ. അതിനെല്ലാമിടയിൽ B ഗോപാലകൃഷ്ണൻ വക വർഗീയ പരാമർശം. ചോദ്യം ഇതാണ്: ആരുടെ നുണ? CPM-ൽ നിന്ന് ഡോക്ടർ PK ഗോപൻ, കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജിൻഡോ ജോൺ, വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ദാമോദർ പ്രസാദ് എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ. ഡോക്ടർ ജിൻഡോ ജോൺ, പാലക്കാട്ടെ ഡീൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നുണയാണോ? പാലക്കാട്ടെ ഡീൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നുണയാണോ അല്ലേ എന്ന് കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം 10 വർഷമായിട്ട് ഭരിച്ച CPM-ന്റെ പിണറായി വിജയൻ്റെ പാർട്ടിക്ക് അവിടെ സ്വന്തം ചിഹ്നത്തിൽ പോലും ഒരാളെ നിർത്താതെ എന്തുകൊണ്ടാണ് സ്വതന്ത്ര ചിഹ്നത്തെ ആശ്രയിക്കേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ അവർ തോൽക്കുമെന്നുള്ള ഭയം കൊണ്ട്, അല്ലെങ്കിൽ അവർ വോട്ട് മറിച്ച് BJPയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പായിട്ട് വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് സ്വന്തം ചിഹ്നത്തിൽ പോലും മത്സരിക്കാൻ പറ്റാത്തത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സകല സഖാക്കന്മാരോടും AK ബാലൻ പറഞ്ഞത്, നമ്മൾ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം, എന്നാലാണ് അല്ലെങ്കിൽ നമുക്ക് പിന്നത്തെ ഇലക്ഷനിൽ ഈനാമ്പേച്ചി മരപ്പെട്ടി ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സാഹചര്യമൊക്കെ എങ്ങനെയാണ് ഇവിടെ മാറുന്നത്? ഇത് മാത്രമല്ല, തിരിച്ച് പ്രത്യുപകാരമായിട്ട് തൃപ്പൂണിത്തുറയും കൊടുങ്ങല്ലൂരും പോലെയുള്ള മണ്ഡലങ്ങളിൽ BJP 2020 താരതമ്യേന അപ്രസക്തമായിട്ടുള്ള ഒരു ഘടകകക്ഷിയായിട്ടുള്ള 2020ക്കും സീറ്റ് കൊടുക്കുന്ന സാഹചര്യമുണ്ട്. കേരളമെമ്പാടും പരിശോധിച്ചാൽ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് കേരളത്തിലെ BJPക്ക് കാര്യമാത്രം പ്രസക്തമായിട്ടുള്ള ഒരു പരാതിയും പരിഭവവുമില്ല. എന്തിനേറെ, ശബരിമല ശാസ്താവിൻ്റെ സ്വർണം കട്ട കേസിൽ പോലും BJPക്ക് കാര്യമായ പ്രതിഷേധവും കേരളത്തിലെ സംസ്ഥാന സർക്കാരിനോട് ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് രംഗം മൊത്തം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കേരളമെമ്പാടും BJP CPM-ന് അനുകൂലമായിട്ടുള്ള ഒരു വോട്ട് കച്ചവടത്തിൻ്റെ പുതുപാതയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശക്തരായിട്ടുള്ള BJPയുടെ 1-ാം നമ്പർ സ്ഥാനാർത്ഥികളെന്ന് മുൻകാലങ്ങളിലൊക്കെ അവർ വാഴ്ത്തിയിരുന്ന സ്ഥാനാർത്ഥികളെ പലരെയും നമ്മൾ കാണുന്ന പോലുമില്ല. അപ്പോൾ ശക്തമായ മത്സരം പോലും കാഴ്ചവെക്കാനില്ലാതെ പിണറായി വിജയന് തുടർഭരണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്ക് മാത്രമായി രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള BJPയുടെ ശ്രമം എന്നാണ് ഞങ്ങളുടെ ടേക്ക്. ഡോക്ടർ ജിൻഡോ ജോൺ, നോക്കൂ, ഇപ്പൊ പാലക്കാട് ഏറ്റവും അടുത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഇടമല്ലേ? അവിടെ ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട് കുറഞ്ഞാൽ അത് എവിടെയെന്ന് ചോദിക്കില്ലേ? അത്രയും കൈവിട്ടൊരു കളിക്ക് നിൽക്കുമോ CPM-ഉം BJP-യും ചേർന്ന്? അല്ല, അതിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ മാധ്യമപ്രവർത്തകരോ നിങ്ങളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അല്ലെങ്കിൽ കോൺഗ്രസോ മറ്റാരെങ്കിലോ അല്ലെങ്കിൽ പാർട്ടിയിലെ തന്നെ സ്വന്തം സഖാക്കന്മാരെ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പല ന്യായവും പറയാമല്ലോ. ഉദാഹരണത്തിന് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കോൺഗ്രസിന് നേരെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം കോൺഗ്രസിന് അതിനു മുമ്പ് കിട്ടിയിട്ടുള്ള വോട്ടിൽ 60,000 വോട്ട് കുറവുണ്ടല്ലോ, ഈ വോട്ട് എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകം എടുത്ത് പരിശോധിക്കേണ്ടതാണ്. ആ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന 7 അസംബ്ലിയിൽ 6 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലും അവിടെ സംസ്ഥാന സർക്കാരിലെ 2 മന്ത്രിമാരടക്കമുള്ള അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി അടക്കം BJP ലീഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഉള്ള ഗുരുവായൂർ കോൺഗ്രസ് K മുരളീധരൻ ലീഡ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. പക്ഷേ വോട്ടിൻ്റെ എണ്ണം നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ടെണ്ണം കുറയുകയും BJPയുടെ വോട്ടെണ്ണം കൂടുകയും ചെയ്തു. അപ്പോൾ ഇവർ ചോദിച്ചു, കോൺഗ്രസ് വോട്ട് മറിച്ചിട്ടല്ലേ BJP ജയിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. പൂരം കലക്കിയതും മറ്റു പല കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ, വോട്ട് ചോരി ആരോപണം ഒക്കെ നിൽക്കുന്നുണ്ട്. സമാനമായ ചോദ്യം ആലപ്പുഴയിൽ ചോദിക്കാമല്ലോ. എന്തുകൊണ്ട് അത്തരം ഒരു ചർച്ച പോലും കേരളത്തിൽ ഉണ്ടായില്ല? KC വേണുഗോപാൽ അവിടെ 65,000 വോട്ടിന് 70,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ ഭൂരിപക്ഷം 1,00,000-ലധികം വർദ്ധിക്കുകയും AM ആരിഫ് എന്ന സിറ്റിംഗ് MPയുടെ ഭൂരിപക്ഷം വോട്ടുകളുടെ എണ്ണം 1,00,000-ലധികം വോട്ടുകൾ കുറയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ആ വോട്ടുകൾ എങ്ങോട്ടാണ് പോയതെന്ന് പരിശോധിക്കാൻ CPM നേതൃത്വം തയ്യാറായിട്ടുണ്ട്. ശരിയാണ്, കണക്കുകളൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് പിന്നെ പ്രതിപക്ഷ നേതാവ് ഒരു നുണ പറയുന്നു എന്നൊരു പ്രതിരോധത്തിലേക്ക് പോകുന്നു? അല്ല, ഞങ്ങൾ നുണയാ പറയുന്നതെന്ന് MV ഗോവിന്ദൻ പറയുന്നതല്ലേ? MV ഗോവിന്ദൻ പറഞ്ഞ ആ നുണയിൽ നിന്ന് ഇപ്പോഴും കേരളം ആ ഞെട്ടലിൽ നിന്ന് വിമുക്തമായിട്ടില്ല. എന്താ മുദ്രാവാക്യം കേട്ട് കഴുത്തൊളിക്കിയ ആരോഗ്യമന്ത്രി, അതിഗുരുതരാവസ്ഥയിൽ ICUവിൽ അഡ്മിറ്റായ ആരോഗ്യമന്ത്രി വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ഇന്നോവ കാറിൽ തിരുവനന്തപുരത്തേക്ക് പോയ ശേഷം ഇപ്പോൾ ആറന്മുളയിൽ മത്സരിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. പക്ഷേ ഇതുവരെ നമ്മൾ പ്രത്യക്ഷത്തിലധികം കാണുന്നില്ല. ആ ആരോഗ്യമന്ത്രിയുടെ കഴുത്തുളുക്ക് മാറിയോ എന്ന് ഇതുവരെ വിളിച്ചു പറയാൻ പറ്റിയിട്ടില്ല. അപ്പം ഞെട്ടൽ
ആ ഞെട്ടലിൽ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ വിമുക്തമായിട്ടില്ല. അപ്പോൾ MP ഗോവിന്ദൻ പറയുന്നത് കേട്ടിട്ട് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുമെങ്കിൽ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ CPM ജയിക്കേണ്ടതായിരുന്നല്ലോ, പരാജയപ്പെട്ടല്ലോ. ശരി, ഡോക്ടർ പി കെ ഗോപൻ അങ്ങേക്ക് കേൾക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡോക്ടർ പി കെ ഗോപൻ, പാലക്കാട്ട് എന്തുകൊണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി? ഇക്കാലം അത്രയും അങ്ങനെ ഒരു പരീക്ഷണത്തിലേക്ക് പോയിട്ടില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി? അത് കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ ഡീലല്ല എന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? അല്ല, ഇതിനെങ്ങനെയാ മറുപടി പറയുക? എന്ത് മണ്ടത്തരമാണ് ഒരു രാഷ്ട്രീയ രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന കാര്യം? എന്തുകൊണ്ടാണ് കോൺഗ്രസ് സ്ഥിരമായി ജയിക്കുന്ന ഒരു അസംബ്ലി മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ നിർത്താത്തത്? അതിനെന്താ കോൺഗ്രസിന് ഉത്തരം? അവർ ജയിക്കുന്ന മണ്ഡലമാണല്ലോ. സാധാരണഗതിയിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ പുറത്തുനിന്നൊരാളെയോ അല്ലെങ്കിൽ സ്ഥിര രാഷ്ട്രീയക്കാരല്ലാത്തവരെ വിളിച്ചു നിർത്തുന്നത് അവർക്ക് സമാഹരിക്കാൻ കഴിയാവുന്ന വ്യക്തിപരമായ വോട്ടുകളും രാഷ്ട്രീയത്തിൻ്റെ വോട്ടും കൂടി ചേർത്ത് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരിക്കുന്ന 2 തവണയായിട്ടെങ്കിലും 2 യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ജയിച്ചു. ആ മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് സ്ഥിര രാഷ്ട്രീയ രംഗത്തില്ലാത്ത ഒരാളെ പിടിച്ചു നിർത്തിയത്? അത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? പാർട്ടി ചിഹ്നത്തിലല്ലേ മത്സരിക്കുന്നത്? ആയിക്കോട്ടെ, കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളും അതുപോലുള്ള നേതൃത്വ വൃന്ദം മത്സരിച്ചിരുന്ന ഒരു സ്ഥലത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനല്ലാത്ത മറ്റൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് അനുഭാവിയായ കോൺഗ്രസിനോട് നല്ല താല്പര്യമുള്ള ഒരാളെ പിടിച്ച് മത്സരിപ്പിക്കുന്നു. അവിടെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതൃത്വത്തിൽപ്പെട്ട ഒരാളെ മത്സരിപ്പിക്കാതിരിക്കുന്നത് അവിടം നഷ്ടപ്പെട്ടാലും മറ്റു ചില മണ്ഡലങ്ങൾ കിട്ടുന്നതിന് വേണ്ടി കോൺഗ്രസ് നടത്തിയ ഒരേർപ്പാടാണ് എന്നൊരാക്ഷേപം വന്നാൽ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക? കാരണം ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തിക്കൂട്ടുന്ന അവർക്ക് മറ്റു ചില മണ്ഡലങ്ങൾ അതിൻ്റെ പേരിൽ സഹായം കിട്ടും. അങ്ങനെ ഒരു ആക്ഷേപം വന്നാലോ? CPM ചിഹ്നത്തിൽ മത്സരിക്കണം എന്നാണ്. CPM എല്ലായിടവും ചിഹ്നത്തിലാണോ ഇതുവരെ മത്സരിച്ചിട്ടുള്ളത്? ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് 57-ലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഞങ്ങൾ ആവിഷ്കരിച്ച ഒരു തന്ത്രമാണത്. അന്ന് 9 അംഗ കേരള മന്ത്രിസഭയിൽ കേരളം കണ്ട ഏറ്റവും തിളക്കമാർന്ന ഒരു മന്ത്രിസഭ, കാരണം അതിനകത്തെ അംഗങ്ങളുടെ പ്രത്യേകത കൊണ്ടുകൂടിയാണ്. EMSൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വം വഹിക്കുന്നു. അതിൽ ആകെ 9 പേരെയുള്ള മന്ത്രിസഭയിൽ 3 പേരും ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. പിന്നീട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി മാറിയ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, ജസ്റ്റിസ് ഡോക്ടർ AR മേനോൻ, കേരളത്തിൻ്റെ നിരൂപക കുലപതികളിൽ ഒരാളായിട്ടുള്ള വിദ്യാഭ്യാസ വിചക്ഷണനായ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാഷ്, ഈ 3 പേരെ സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിപ്പിച്ചേ. അതൊക്കെ ശരിയാണ്. അതായത് സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താത്ത പാർട്ടിയാണ് സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയ പാർട്ടിയോട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നത്. പിന്നെ ശരിയാണ് അങ്ങ് പറഞ്ഞത്, ഈ 57 അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ പാലക്കാട് മണ്ഡലത്തിൽ എത്ര തവണ നിങ്ങൾ സ്വതന്ത്ര പരീക്ഷണം നടത്തിയിട്ടുണ്ട്? പാലക്കാട് മണ്ഡലം ഷാഫി പറമ്പിലിന് മുമ്പ് മാറി മാറി മത്സരിക്കുകയും ജയിക്കുകയും ചെയ്യുന്ന മണ്ഡലമായിരുന്നില്ലേ? ഷാഫി പറമ്പിൽ വന്നപ്പോഴാണല്ലോ ഒരു തുടർ വിജയങ്ങൾ ഉണ്ടായത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ബാലികേറാമല എന്ന് പറയാൻ കഴിയുന്ന മണ്ഡലമൊന്നുമല്ലല്ലോ പാലക്കാട്. പാലക്കാട് മണ്ഡലം ഞങ്ങൾ കഴിഞ്ഞ 2 തവണയായി 3-ാം സ്ഥാനത്താണ്. അല്ലെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ 2 തവണയായി ജയിക്കാത്ത മണ്ഡലമാണ്. ജയിക്കാത്ത മണ്ഡലത്തിൽ ഞങ്ങൾ പുറത്തുനിന്ന് ആളുകളെ എടുത്ത് പരീക്ഷണം നടത്തുകയാണ്. ജയിക്കുന്ന കോൺഗ്രസ് അങ്ങനെ ഒരു പരീക്ഷണം നടത്തുമ്പോഴാണ് ആ ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി ആ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്ന വിഷയം എന്താണ്? അവിടെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം 5 വർഷമായിട്ട് MLA ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് ഏത് വിഷയമായിരിക്കും ചർച്ചയായിട്ട് വരിക? ആർക്കറിയാൻ വയ്യാത്തത്? ഏത് വിഷയമായിരിക്കും ആർക്കറിയാൻ വയ്യാത്തത്? അപ്പോൾ ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കണമെങ്കിൽ എന്താ മാർഗം? അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ 5 വർഷമായി MLA അല്ല, 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്വാഭാവികമായും കോൺഗ്രസ് അവിടെ അവരുടെ ഒരു രാഷ്ട്രീയ നേതാവിനെ നിർത്തി അവിടെ വിജയം നേടിയെടുക്കുന്നു. സ്വാഭാവികമായും അദ്ദേഹം വലിയ ആരോപണങ്ങൾ ഉണ്ടാക്കുന്നു, കേസുകളിൽ പ്രതിയാകുന്നു, അങ്ങനെ പോകുന്നു. സ്വാഭാവികമായും അവിടെ ഒരു MLA വിരുദ്ധ നിലപാടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു വെറുപ്പ് സമ്പാദിക്കാത്ത, പാർട്ടിയുടെ വളരെ ആക്റ്റീവായ ഒരു മുഖമല്ലാത്ത, എന്നാൽ പാർട്ടി അനുഭാവിയായ ഒരാളെ നിർത്തുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം. പക്ഷേ CPMന്റെ വാദം എന്താണ്? എന്താ ഈ പറയുന്നത്? CPMന്റെ വാദമല്ലേ പറഞ്ഞത്? CPM
ഇന്നയാളിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് നിങ്ങൾക്കെല്ലാം കൂടി ഇത്രയും വലിയ വാശി എന്തിനാ? നിങ്ങളാരാ തീരുമാനിക്കാൻ CPM-ന്റെ സ്ഥാനാർത്ഥി ഇന്ന ആളായിരിക്കണമെന്ന്? അപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ പാർട്ടി പ്രവർത്തകനാകണമെന്ന് CPM-ന് നിർബന്ധമുണ്ട്. പറഞ്ഞില്ലല്ലോ. എന്താ അങ്ങ് ചോദിക്കുന്നത്? അതേ ചോദ്യമല്ലേ ഞാൻ അങ്ങയോട് ചോദിച്ചത്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു നേതാവിനെ നിർത്താത്തതെന്ന് അങ്ങ് ചോദിക്കുന്നു. അങ്ങ് ചോദിക്കുന്ന പോലെ ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് പാർട്ടിയുടെ ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥിയില്ലാന്ന്. അങ്ങ് ചോദിക്കുന്നത് നല്ലതും ഞാൻ ചോദിക്കുന്നത് മോശമാകുന്നതും എങ്ങനെയാണ്? എൻ്റെ മാഡം, ഞാൻ പറഞ്ഞത് മനസ്സിലാകാത്ത അല്ല ഇപ്പോൾ പ്രതികരിക്കുന്നത്. BJP-യുടെ മുമ്പിൽ അല്ല കോൺഗ്രസിന്റെ മുമ്പിൽ നിങ്ങൾ എന്തിന് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർത്തിയെന്ന് ഞങ്ങൾ ചോദിച്ചത് എപ്പോഴാണ്? CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലേക്ക് പോയത് എന്താണെന്ന് ചോദ്യം വന്നപ്പോഴാണ് തിരിച്ചാ ചോദ്യം വന്നത്. അവർക്ക് ഇഷ്ടമുള്ള ആളിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്താം, തർക്കമില്ല. ഇവിടുത്തെ വിഷയം ഇതല്ല. ആ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കരുത് നമ്മൾ. ലോക്സഭാ ഇലക്ഷനിൽ ഒരു ചക്ക വീണ് മുയലിയെത്തും. എന്താ കാര്യം? ഇന്ത്യൻ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു. അപ്പം കേരളത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളിലായി ഒരു 35-40% മൈനോറിറ്റി ഉണ്ട്. ആ മൈനോറിറ്റി സെറ്റ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകട്ടെ, BJP അധികാരത്തിൽ വരാതിരിക്കാൻ കേരളത്തിലെ മൈനോറിറ്റിയുടെ വോട്ട് വലിയ തർക്കമില്ലാതെ കോൺഗ്രസിന് സംഭാവന ചെയ്തു. ഇത് അസംബ്ലിയിൽ വരില്ല. അതുകൊണ്ട് കേരളത്തിലെ മൈനോറിറ്റിയുടെ വോട്ട് സമാഹരിക്കണമെങ്കിൽ കനകോലു വെച്ചു കൊടുത്ത സിദ്ധാന്തമാണ് പ്രത്യയശാസ്ത്രപരമായും പ്രയോഗതലത്തിലും ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്ന RSS-നോടും വർഗീയ ഫാസിസത്തോടും തീവ്ര വലതുപക്ഷത്തോടും സന്ധിയില്ലാത്ത സമരം നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇടതുപക്ഷത്തെ, പ്രത്യേകിച്ച് CPIM-നെ BJP-യുമായിട്ട് ഡീലുണ്ടെന്ന് പറഞ്ഞ് നട്ടാൽ കുരുക്കാത്തൊരു കാര്യം പാലക്കാടിനെ ബന്ധപ്പെടുത്തി പറയുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. അത് നടക്കുന്ന കാര്യമല്ല. മൈനോറിറ്റിക്ക് നോർത്തിലെ ഒരു രാഷ്ട്രീയത്തിൽ RSS-നെ താഴെ ഇറക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമെന്ന് അവർ തെറ്റിദ്ധരിച്ചു പോയി. അവരത് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിന്റെ കൂടെ നിൽക്കുന്ന ഓരോ കക്ഷികളെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക കോൺഗ്രസ്. മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് BJP ആയിട്ടുള്ള ഡീലിന്റെ കണക്കുകളാണ് പുറത്തു വരുന്നത്. ഏറ്റവും മികച്ച ഒരു മാധ്യമപ്രവർത്തകർ ഞാൻ കഴിഞ്ഞ ഒറ്റ കാര്യം കൂടി, അങ്ങനെ ഒരു ഡീൽ ഉണ്ടെങ്കിൽ നോക്കൂ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പ് ഷാഫി പറമ്പിൽ മത്സരിച്ച അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ അവിടെ BJP ഒരുപക്ഷെ ജയിച്ചേക്കും. കാരണം മെട്രോമാനാണ് നിൽക്കുന്നത്. ആരാണ് തോൽപ്പിച്ചത്? കോൺഗ്രസ് അല്ലേ തോൽപ്പിച്ചത്. അങ്ങനെ ഒരു ഡീൽ ഉണ്ടാകാമായിരുന്നെങ്കിൽ അന്നാകാമായിരുന്നില്ലേ? കുറച്ചുകൂടെ സത്യസന്ധമായിട്ടും തുറന്നും ആ പ്രശ്നം ചർച്ച ചെയ്താലേ അത് ഞങ്ങള് BJP ജയിക്കാതിരിക്കാൻ ഇന്ത്യ രാജ്യത്ത് എന്തെല്ലാം സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ അത് കേരളത്തിലും പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. അത് ഷാബു പ്രസാദ് ചിരിക്കാൻ വേണ്ടി പറയല്ല. കാരണം ഞങ്ങളുടെ കയ്യിൽ 60 MP-മാരുണ്ടായിരുന്ന സമയത്ത് മൻമോഹൻ സിംഗിന് പ്രധാനമന്ത്രിയാകാൻ ഭൂരിപക്ഷം ഇല്ല. ഉണ്ടോ? മൻമോഹൻ സിംഗിന് പ്രധാനമന്ത്രിയാകാൻ ഭൂരിപക്ഷം ഇല്ല. മാഡം മനസ്സിലാക്കേണ്ടത് 12 ക്യാബിനറ്റ് മന്ത്രിമാരെയാ സോണിയാഗാന്ധി CPIM-ന്റെ ഓഫീസിൽ ഇങ്ങോട്ട് വന്ന് ഡൽഹിയിലെ AK ഗോപാലൻ ഭവനിൽ വന്ന് പറഞ്ഞത് 12 മന്ത്രിമാരെ ഓഫർ ചെയ്തേ. അല്ല, ഞാൻ പറഞ്ഞില്ല, 12 മന്ത്രിമാരെ ഓഫർ ചെയ്തേ. ആ 12 മന്ത്രിസ്ഥാനം വേണ്ടെന്ന് വെച്ച് BJP അധികാരത്തിൽ വരാതിരിക്കാൻ കോൺഗ്രസിനെ പിന്തുണച്ച ഒരു രാഷ്ട്രീയ കക്ഷിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയണമെങ്കിൽ സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും നയിക്കുന്ന ഒരു അപക്വമായ നേതൃത്വത്തിനെ പറയാൻ പറ്റൂ. ഇന്ത്യയുടെ BJP-യെ തോൽപ്പിക്കുക എന്നുള്ളതാണ് CPM-ന്റെ എക്കാലത്തെയും ഫസ്റ്റ് അജണ്ട. അവിടെ കോൺഗ്രസ് രണ്ടാമത് മാത്രമേ വരികയുള്ളൂ. BJP പരാജയപ്പെടുത്തുക എന്നുള്ള അതിൽ തർക്കമൊന്നുമില്ല. ഞാൻ പാലക്കാട് ചെയ്തതല്ല പറഞ്ഞത്. BJP-യാണ് മുഖ്യ ശത്രു എന്ന് ഞാൻ പറഞ്ഞില്ല. BJP പാലക്കാട് കോൺഗ്രസിനെ തോൽപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അങ്ങ് പറയാൻ വന്നു അത് BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലായിടത്തും, എന്നിട്ട് അങ്ങത് വിഴുങ്ങി സൗകര്യപൂർവ്വം. കോൺഗ്രസ് വിഴുങ്ങത്തില്ല, ഞാൻ തുറന്നു തന്നെ നിൽക്കുകയാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ BJP ജയിക്കാതിരിക്കാൻ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ജയിക്കാൻ പാടില്ല എന്നുള്ളത് പാലക്കാട് കോൺഗ്രസിനെ സഹായിച്ചോ? നിങ്ങൾ ഡീൽ ഉണ്ടാക്കിയോ? നടപ്പിലാക്കിയോ? ഞങ്ങള് കോൺഗ്രസുമായിട്ട് ഡീൽ ഉണ്ടാക്കിയില്ലെന്നത് കോൺഗ്രസുകാർക്കെല്ലാം അറിയാമല്ലോ. ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ഡീലുണ്ട്. ആ ഡീൽ എന്താ? കോൺഗ്രസുമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ഡീൽ എന്താ? ദേശീയ രാഷ്ട്രീയത്തിലാണ് ഉണ്ടാക്കിയ ഡീല്. ആ ഡീലിന്റെ ഭാഗമാണ് ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത്
മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിനെ പിന്തുണച്ചത്. ശരി, അതിന്റെ ഓക്കെ. പേരിലാണ്. ഡോക്ടർ പി.കെ. ഗോപൻ, എന്നോട് ക്ഷമിക്കണം, ശബ്ദം അതാണ് മാത്രമേ ഡീൽ. ഉള്ളൂ, വെളിച്ചമില്ല. ഞാൻ അതല്ലാതെ അങ്ങിലേക്ക് വരാം. ചെറിയൊരു സാങ്കേതിക രഹസ്യമായി പ്രശ്നം ഡീലില്ല. ഉണ്ടായതാണ്. ചെറിയൊരു സാങ്കേതിക പ്രശ്നം ഉണ്ട്, അങ്ങനെ കാണാൻ കഴിയുന്നില്ല. ഞാൻ അങ്ങിലേക്ക് വരാം. ശരി, ശ്രീ ഷാബു പ്രസാദ്, നോക്കൂ, 10 സീറ്റുകളാണ് ഡീലുമായി ബന്ധപ്പെട്ട് എണ്ണി പറയുന്നത്. അത് അതായത് റാന്നിയിലുണ്ട്, കോന്നിയിലുണ്ട്, തൃപ്പൂണിത്തുറയിലുണ്ട്. തൃപ്പൂണിത്തുറയാണെങ്കിൽ നിങ്ങൾ ഭരിക്കുന്ന നഗരസഭ ഉൾപ്പെടുന്ന ഇടത്ത് സീറ്റ് കൊടുത്തിരിക്കുന്നത് 2020ക്കാണ്. കൊടുങ്ങല്ലൂർ, കുന്നംകുളം, കളമശ്ശേരി, ഏറ്റുമാനൂർ, പത്തനാപുരം, തൊടുപുഴ ഇവിടങ്ങളിലൊക്കെ ഡീലാണ്. സമാഹരിക്കാൻ വോട്ടുകൾ ഉള്ളിടത്ത്, ശക്തി ഉള്ളിടത്ത് സഖ്യകക്ഷികൾക്ക് വളരെ വിശാല മനസ്സോടുകൂടി സീറ്റ് വിട്ടുകൊടുത്ത് CPM-നെ സഹായിക്കാനുള്ള പശ്ചാത്തലം ഒരുക്കി എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപണം. ശരിയാണോ? മാധു, ഈ തോൽവിയും കൺമുമ്പിൽ കാണുമ്പോൾ, തോൽവി ഉറപ്പാകുമ്പോൾ അതിന് ന്യായീകരണം കണ്ടെത്താൻ വേണ്ടി ഈ BJP ബാന്ധവം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുക എന്നുള്ളത് ഇവര് രണ്ടുപേരും പല പ്രാവശ്യം സ്ഥിരമായിട്ട് നടപ്പാക്കി വരുന്ന കാര്യമാണ്. എത്രയോ കാലമായി മാധു ഈ പത്രപ്രവർത്തനം തുടങ്ങിയ മാധ്യമപ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ CPM-ന്റെ ഉള്ള ഒരു സ്ഥിരം ആരോപണമല്ലേ കോൺഗ്രസും BJP-യും തമ്മിലുള്ള ഡീൽ എന്നുള്ളത്. ഇവിടെ എന്നും കേൾക്കുന്നതാണ്. ഇപ്പൊ അത് കോൺഗ്രസ് തിരിച്ചു പ്രയോഗിക്കും. നോക്കൂ, ഈ പാലക്കാട് എന്തുകൊണ്ടാണ് CPM അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്താത്തത് എന്നുള്ളതിന് വളരെ കൃത്യമായ കാരണമുണ്ട്. കാര്യം CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു പാലക്കാട്, അല്ലെങ്കിൽ കേരളത്തിലെ ബംഗാളാണ് പാലക്കാട്. കാര്യം ഒരു സമയത്ത് അവിടെ കൃഷ്ണദാസിനെ പോലെയുള്ളവരും ശിവദാസ മേനോനെ പോലുള്ളവർ അങ്ങനെയുള്ളവരൊക്കെ വളരെ നന്നായി ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് അവരിന്ന് ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു ചവറായി മാറിയിരിക്കുകയാണ്. 3-ാം സ്ഥാനത്താണത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി 3-ാം സ്ഥാനത്ത് പോയി നാണം കെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തവണ ഇത് ചെയ്തിരിക്കുന്നത്. അവരുടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. മറ്റത് P.K. ഗോപൻ പറഞ്ഞത് ശരിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പാലക്കാട് സ്ഥിരമായി അവർ ജയിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ സിറ്റിംഗ് സീറ്റായ പാലക്കാട്, കഴിഞ്ഞ തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച പാലക്കാട്ട്, ആ പാലക്കാട്ട് ഒരു സീസൺഡ് പൊളിറ്റീഷ്യനെ നിർത്താതെ ഇവർ ഈ ഒരു കോമഡി നടനെ പിടിച്ച് അവരുടെ സ്ഥാനാർത്ഥിയാക്കി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ചിഹ്നത്തിൽ അവരുടെ ജിൻഡോ ജോണിനെ പോലെയുള്ള മിടുക്കന്മാരായ ചെറുപ്പക്കാരുണ്ടല്ലോ കോൺഗ്രസിന്റെ അകത്ത്, അവര് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ജനങ്ങളുടെ മുമ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് പകരമായി എറിഞ്ഞു കൊടുക്കാൻ അവർക്കും പറ്റുന്നില്ല, സാധിക്കുന്നില്ല, ധൈര്യമില്ല. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ധൈര്യം അവർക്കില്ല. ഇപ്പൊ സത്യത്തിൽ പാലക്കാട് നോക്കൂ, പാലക്കാട്ടുള്ള ഒരേ ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് ശോഭ മാത്രമാണ്. മറ്റേത് കൈപ്പത്തി ചിഹ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. പൊതുപ്രവർത്തന പരിചയമില്ലാത്ത, പൊതുപ്രവർത്തന പാരമ്പര്യമില്ലാത്ത, അങ്ങനെ യാതൊന്നുമില്ലാത്ത ഒരാളെ കോൺഗ്രസ് മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. ഒരു ശിഖണ്ഡി വേഷം കെട്ടിച്ച് ഞാനത് ശ്രീ ഷാബു പ്രസാദ്, രാഷ്ട്രീയ ചർച്ചയാണ്. ആ നിലയ്ക്ക് വ്യക്തിധിക്ഷേപം നടത്തരുത്. അങ്ങ് ഒരു കോമഡി നടൻ എന്ന് പറഞ്ഞു, ഞാൻ ശരി മിണ്ടിയില്ല എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ തൊഴിലാണ്, അതിൽ അമാന്യമായി അദ്ദേഹം കാണേണ്ടതില്ല. ആ നിലയ്ക്ക് പരിഹാസം ഉണ്ടാകാൻ പാടില്ല എന്ന് CPM-ന്റെ നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായി. നമ്മള് സ്ഥിരം അങ്ങനെ സ്ഥിരമൊന്നും പ്രയോഗിക്കാറില്ല. ഇല്ലില്ല, അങ്ങനെ സ്ഥിരം പ്രയോഗിക്കുന്ന രാഷ്ട്രീയ ചർച്ചയിലല്ല. അങ്ങനെ സ്വകാര്യ സംഭാഷണത്തിൽ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ന്യായമില്ല. ഓക്കെ, മഹാഭാരത കഥയെ ഉദ്ധരിച്ചുകൊണ്ട്, മഹാഭാരതത്തിനെ ഉദാഹരണമാക്കി എടുത്തുകൊണ്ട് നേരിട്ട് ഫേസ് ചെയ്യാതെ മറ്റൊരാളെ മുമ്പിൽ നിർത്തുന്നതിന് പറയുന്ന പേരാണത്. അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ഒരു പ്രയോഗം അങ്ങേക്കെതിരെ ഉണ്ടായാൽ അങ്ങ് അയ്യോ മഹാഭാരതം എന്ന് പറഞ്ഞ് കയ്യും തൊഴുതി പിടിച്ച് നിൽക്കുവോ? ഇല്ല, അതങ്ങനെ ഞാൻ അതിനെ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. വിടൂ, മറ്റുള്ളവരെ അങ്ങനെ എടുക്കണമെന്നില്ല. മറ്റുള്ളവരുടെ വ്യക്തിത്വത്തിന് മുകളിലേക്ക് അത്തരം ആരോപണങ്ങൾ അങ്ങയുടെ ഇഷ്ടപ്രകാരം പ്രയോഗിക്കരുത്. വിട്ടേക്കൂ, പോട്ടെ. നോക്കട്ടെ, അരുവിക്കരയിൽ NDA-യുടെ സ്ഥാനാർത്ഥി ആരാ? വിവേക് ഗോപനല്ലേ? അദ്ദേഹം ഒരു സീരിയൽ നടനാണ് എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ കാൻഡിഡേറ്റ് അല്ല എന്ന് അങ്ങ് പറയൂ. അതല്ല പറഞ്ഞത്. ഒരു കാര്യമുണ്ട്, ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കും. BJP ഇവിടെ ശക്തമായ ചില സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, രാഷ്ട്രീയ സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് NDA-യിലേക്ക്. അപ്പോൾ അവർക്ക് നല്ല സ്ഥലങ്ങളിൽ, അതായത് BJP-ക്ക് അല്ലെങ്കിൽ ജയസാധ്യതയുണ്ടെന്ന് BJP കരുതുന്ന മണ്ഡലങ്ങളിലെല്ലാം BJP ജയിക്കും. ഒരു സാധ്യത ഇല്ലാത്ത മണ്ഡലങ്ങൾ മാത്രം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുക. അതെങ്ങനെയാണ്? അതൊന്നും ന്യായമില്ലാത്ത കാര്യമാണ്. ഇത് നോക്കൂ, ഇപ്പം K. സുരേന്ദ്രൻ 2 തവണ മത്സരിച്ച മണ്ഡലമാണ് നിങ്ങൾ ഇത്തവണ 2020ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്?
2 തവണ കെ സുരേന്ദ്രൻ മത്സരിച്ച കോന്നി മണ്ഡലമാണ് BDJS-ന് വിട്ടുകൊടുത്തിരിക്കുന്നത്. ശരിയല്ലേ? നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് മണ്ഡലമായിരുന്നില്ലേ? ഇത്തവണ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് മണ്ഡലം അല്ലേ? ഇനി പോകട്ടെ, KK അനീഷ് 2 തവണ മത്സരിച്ച മണ്ഡലം കുന്നംകുളം നിങ്ങൾ BDJS-ന് വിട്ടുകൊടുത്തില്ലേ? ശക്തി കേന്ദ്രമല്ലേ? മാധു അത് തന്നെയാണ് പറഞ്ഞത്. ശക്തി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളിലെല്ലാം BJP ഞങ്ങൾ മത്സരിക്കും. ഒരു സാധ്യതയില്ലാത്തത് മാത്രം മത്സരിക്കുന്നത്. എനിക്ക് പറയുന്നത് കേൾക്കൂ. മറ്റുള്ളവർ വേണമെങ്കിൽ എടുത്തോ എന്നുള്ള നയമല്ല BJP സ്വീകരിച്ചിരിക്കുന്നത്. BJPക്ക് സാധ്യതയുള്ള ശക്തിയുള്ള മണ്ഡലങ്ങളിൽ പലതും ഈ പറഞ്ഞതുപോലെ ഘടകകക്ഷികൾക്ക് കൊടുക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ മര്യാദയാണ്. പക്ഷെ അതിനെ ഡീലെന്നാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഇടങ്ങളിൽ നിങ്ങൾ A ക്ലാസ് മണ്ഡലം എന്ന് പറഞ്ഞ് നിങ്ങളുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷനെ 2 മത്സരത്തിന് തയ്യാറാക്കി ഇറക്കിയതിൽ ഒരു മണ്ഡലം, ആ മണ്ഡലം നിങ്ങൾ BDJS-ന് സഖ്യകക്ഷിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതെ, സഖ്യകക്ഷിയോട് കാണിക്കുന്ന രാഷ്ട്രീയ മര്യാദയാണ്. ശക്തിയുള്ള മണ്ഡലങ്ങളിലും അവരെ നിർത്തുക. ഒരൊറ്റ സീറ്റ് നിയമസഭയിൽ ഇല്ലാത്ത പാർട്ടിയാണ് ഈ വിശാല മനസ്കത കാണിക്കുന്നത്. അല്ല, ആയിക്കോട്ടെ, എന്താ അങ്ങനെ കാണിച്ചാൽ എന്താ? അതെന്താ അപകടമല്ലോ? അല്ല, അപകടമൊന്നുമില്ല. അപകടം BJPക്ക് അല്ലെങ്കിൽ പിന്നെ നാട്ടുകാർക്ക് എന്താ? മാത്രമല്ല, ഒരു പക്ഷേ കൊടുക്കുന്നതായിരിക്കും അപകടക്കുറവെന്ന് നാട്ടുകാർ കാണുന്നത്. ഒരു പക്ഷേ എന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ അതിനെയാണ് പച്ച മലയാളത്തിൽ ഡീൽ എന്ന് പറയുന്നത്. അല്ല, അത് ഇങ്ങനെ അത് ഇഷ്ടമുള്ളതുപോലെ ഓരോരുത്തർക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ അതും ഒരു രാഷ്ട്രീയ മര്യാദയാണ്. നിങ്ങൾക്ക് ആ രാഷ്ട്രീയ മര്യാദ കണ്ട് പരിചയമില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, അല്ല, മര്യാദ വളരെ പ്രകടമാണ് എന്നുള്ളത് കൊണ്ടാണ്. KK അനീഷ് കുമാർ 2 തവണ മത്സരിച്ച. അല്ല, നോക്കൂ, ഈ പറയുന്ന കെ സുരേന്ദ്രൻ മത്സരിച്ച സമയത്ത് 32,000 വോട്ടാണ് 2021 അവിടെയുള്ളത്. 39,000 വോട്ടാണ് 2016 16,000 വോട്ടിൽ നിന്നാണ് ഈ 10 വർഷം കൊണ്ട് അത്രയും വോട്ട്, ഏതാണ്ട് ഇരട്ടിയിലധികം വോട്ട് BJPക്ക് ഒറ്റയ്ക്ക് സമാഹരിക്കാൻ കഴിഞ്ഞ മണ്ഡലം ദാ വെച്ചോ എന്ന് പറഞ്ഞ് BDJS-ന് കൊടുക്കുകയാണ്. KK അനീഷ് കുമാർ 11,000 വോട്ടിൽ നിന്നാണ് 29,000 വോട്ടിലേക്കും 27,000 വോട്ടിലേക്കും വർദ്ധിപ്പിച്ചത്. കൊടുക്കുകയാണ് 2020-ക്ക്. ഒരൊറ്റ സീറ്റ് നിയമസഭയിൽ ഇല്ലാത്ത പാർട്ടി. വിശാല മനസ്കത. മാധു, അങ്ങനെയും ചില രാഷ്ട്രീയ മര്യാദകൾ ഈ ലോകത്തുണ്ട്. അതായത് ഘടകകക്ഷികളെയും കൂടെയുള്ള സഖ്യകക്ഷികളെയും അവർക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കുകയും അവർക്ക് മലയാളത്തിൽ ഒരു പ്രയോഗമുണ്ട്, അത് കാണാത്തോണ്ട് ചോദിച്ചാണ്. ശ്രീ ഷാബു പ്രസാദ്, ഞാൻ വരാം. ഒരു കാര്യം കൂടെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞു ഇവിടെ ഗോവൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. മാധവും അത് ആവർത്തിക്കുകയും ചെയ്തു. ആരാണ് തമ്മിൽ ഡീൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ BJPക്ക് ഇത്രയും കാലം രാജേട്ടന്റെ ഒഴിച്ച് വേറെ MLA ഉണ്ടാകാതിരുന്നത്? BJP ജയിക്കാതിരിക്കാൻ വേണ്ടി കാസർഗോഡ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പലയിടത്തും അത് ചെയ്തിട്ടുണ്ട്. ഇത് പച്ചക്കിവിടെ ഇരുന്ന് ഈ നിങ്ങളുടെ ചാനലിൽ കൂടെ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ഡീലിന്റെ ചരിത്രം മുഴുവൻ വിളിച്ചു പറയുമ്പോഴാണ്. ഞാൻ ഗോപനോടുള്ളത് ചോദിച്ചു, അദ്ദേഹം അതിന് മറുപടി പറയുന്നു. മറുപടി പര്യാപ്തമല്ലെങ്കിൽ പറയുകയും ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങയോട് ചോദിച്ചതിന് അങ്ങേക്ക് അത് ഞങ്ങളുടെ രാഷ്ട്രീയ മര്യാദ എന്ന് മാത്രമാണ് പറയാനുള്ളത്. അവർക്കും അത് പറയാൻ കഴിയും. അത് ഞങ്ങളുടെ മുന്നണി മര്യാദയാണ്. മുന്നണി മര്യാദയാണെന്ന് പറയാമല്ലോ. നിങ്ങൾ ഇന്ത്യ മുന്നണി എന്ന് വിളിക്കുന്ന ഇന്ത്യ മുന്നണിയല്ലേ? അവർക്കത് മുന്നണി മര്യാദയാണെന്ന് പറയാമല്ലോ. മാത്രമല്ല, നിയമസഭയിൽ പര്യാപ്തമായ സീറ്റുണ്ട്. ഭരിക്കുന്ന പാർട്ടിയാണെന്നേ. നിങ്ങളെക്കാൾ മഹാമനസ്കതയാകാമല്ലോ. ഭരിക്കുന്ന പാർട്ടിക്ക് വിട്ടുകൊടുക്കാമല്ലോ. നിങ്ങൾക്ക് ഇല്ലാത്തടത്തല്ലേ നിങ്ങൾ കൊടുക്കുന്നത്? പിന്നെന്ത് ന്യായമാണ് അതിനുള്ളത്? ശരി, ശ്രീ ദാമോദർ പ്രസാദ്, പക്ഷെ ഇന്ന് നോക്കൂ, ഇന്ന് കേരളത്തിലുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് B ഗോപാലകൃഷ്ണന്റെ പരാമർശമാണ്. B ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കേരളം കേൾക്കാൻ പാടില്ലാത്ത തരത്തിൽ അങ്ങനെയല്ല കാണേണ്ടത്. ഞാൻ വിചാരിക്കുന്നത് അപ്പൊ CPM-ന്റെ നേതാക്കൾ പറയുകയാണ് അങ്ങനെയൊന്നുമല്ല. ഗുരുവായൂർ മണ്ഡലത്തിന്റെ വികസനത്തിന് പിന്നിൽ മതേതര രാഷ്ട്രീയ സഖ്യങ്ങളും അവർ നേതൃത്വം നൽകുന്ന സർക്കാരുകളും ഒക്കെയാണ് മുന്നണി പോരാളികളായി നിന്നിട്ടുള്ളത്. അങ്ങനെയൊന്നും ഡിഫൈൻ ചെയ്യേണ്ടത്, അങ്ങനെയൊന്നും ന്യായീകരിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെ പറയുന്നവരോട് അങ്ങനെ തന്നെയാണെന്ന് വെച്ചോ എന്ന നിലയ്ക്ക് പ്രതികരിക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഒരു സമൂഹത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ, ഒരു ജനതയെ പ്രതിനിധീകരിക്കാൻ വെക്കുന്നിടത്ത് ജാതിയും മതവും നോക്കേണ്ടതുണ്ട് എന്ന് പറയുന്നവരോട് എന്ത് പറയാനാണ്? ഞാൻ വരാം ശ്രീ ഷാബു പ്രസാദ്. ശ്രീ ദാമോദർ പ്രസാദിനോടാണ്. അല്ല, ഞാൻ ശ്രീ ദാമോദർ പ്രസാദിനോടാണ് ചോദിച്ചത്. അതായത് ഇതിൻ്റെ അകത്ത് നുണയും ആരോപണമുണ്ട്. ഇപ്പോൾ BJP കോൺഗ്രസ് CPM ഡീലൊക്കെ നമുക്ക് ഒരു ആരോപണത്തിൽ സത്യത്തിൻ്റെ അംശങ്ങളായി, പക്ഷേ ആരോപണത്തിൽ പക്ഷേ നുണ എന്ന് പറയുന്നത് ഈ ഗോപാലകൃഷ്ണ പോലുള്ളവരെ പ്രചരിപ്പിക്കുന്നതാണ്. ഈ BJPയുടെ തീവ്ര വലദോഷം പ്രചരിപ്പിക്കുന്ന നുണ, അത് സാമൂഹ്യ സ്പർദ്ധ സൃഷ്ടിക്കാനും ആ നുണയുടെ
ആ നുണ ആവർത്തിച്ച് കേരളത്തിൽ സാമൂഹ്യ വിഭജനം ഉണ്ടാക്കാനും അതിൽ നിന്ന് നിങ്ങൾ നോക്കൂ, വികസിത കേരളം എന്നാണ് വരെ ചർച്ച. അവസാനം എവിടെ എത്തി? ഗോപാലകൃഷ്ണ വർത്തമാനത്തിലേക്കാണ് ബി.ജെ.പിയുടെ രാഷ്ട്രീയം എത്തിച്ചേർന്നത്. ഇതാണ് നുണ എന്ന് വിളിക്കുന്ന സാധനം. ഇതാണ് രാഷ്ട്രീയത്തിലെ നുണ, ഇതാണ് രാഷ്ട്രീയത്തിലെ അസത്യം. മറ്റതൊക്കെ ആരോപണങ്ങളുമായി സത്യത്തിന് അംശം ഉണ്ടായിരിക്കാം, പക്ഷേ ഇതാണ് നമ്മൾ ഭയപ്പെടേണ്ടതും കേരളത്തെ വിഷലിപ്തമാക്കാൻ പോകുന്ന നുണ എന്ന് വിളിക്കുന്ന അസത്യവും നുണയും കള്ളത്തരവും വ്യാജ പ്രചരണങ്ങളും. ഇത് ഇനി അഴിച്ചുവിടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതിനെതിരെയാണ് കേരളത്തിലൊരു ചെറുത്തുനിൽപ്പ് കേരളത്തിലെ മതേതര രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചെയ്യേണ്ടത്. പക്ഷേ അതിൽ തന്നെ നമ്മൾ കാണുന്ന കാര്യം, ഇപ്പം നേരത്തെ ഷാവു പ്രസാദ് ഈ രമേഷ് പിഷാരടിക്കെതിരെ ഒരു വിമർശന സിനിമ, ഈ T20 നിർത്തിയിട്ടുള്ള മുഴുവൻ സിനിമാക്കാരൻ നിങ്ങളുടെ ഘടകകക്ഷികൾ, അത് മര്യാദയൊന്നുമല്ല, നിങ്ങൾ നടത്തിയ ഡീലാണ്. നിങ്ങളെ സംബന്ധിച്ചാൽ അവിടെയൊക്കെ നിങ്ങൾ ഇതൊക്കെ പ്രത്യക്ഷം നമുക്ക് തോന്നുന്ന കാര്യം, ഡീലാന്ന് ആരോപണമാണ്, പക്ഷേ നമുക്ക് തോന്നാവുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നിങ്ങൾ ആ സംഘടന വഴി നിങ്ങൾ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. നിങ്ങൾ രാജ് ചന്ദ്രശേഖരൻ ഒരു ബിസിനസ് ഡീലായിരിക്കും. അതിപ്പോൾ നിങ്ങൾ വിചാരിച്ചോ കേരളത്തിലെ ഈ പൗരന്മാർ വോട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ മണ്ടന്മാരാണെന്ന്? ഇതൊക്കെ മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വേഗവും അത് വായിക്കാനുള്ള സാക്ഷരതയൊക്കെ കേരള ജനങ്ങൾക്കുണ്ട്. അവർ മനസ്സിലാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ യാതൊരു പ്രസക്തിയില്ല. രമേഷ് പിഷാരടിയെ തീർച്ചയായും നമുക്കറിയാം, കുറേ കാലം രാഷ്ട്രീയം പറയുന്നത്, രാഷ്ട്രീയത്തെക്കുറിച്ച് അഭിപ്രായം ഉണ്ട്, ആൾക്ക് സംഘടനാ ബോധം ഒക്കെ പറയുന്നുണ്ട്. മറ്റേ ആൾക്കാർക്ക് അവരൊക്കെ എന്ത് രാഷ്ട്രീയത്തിന് കാര്യം പറഞ്ഞത്? തൃപ്പൂണിത്തരം നിങ്ങൾ നോക്കൂ, ഈ പലർക്കും വോട്ടർ ലിസ്റ്റ് പേര് ഉൾപ്പെടുത്താൻ പോലും ഉള്ള പരിജ്ഞാനമില്ലാത്ത ആൾക്കാരാണ് മത്സരിച്ചത്. അപ്പോൾ ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്? അപ്പോൾ എന്തൊരു തരത്തിലാണ്? മാത്രമല്ല ഇതിന് രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടുള്ള കാര്യം മനസ്സിലാക്കണം നമ്മളെന്ന് എനിക്ക് തോന്നുന്നു. അതിലേക്ക് കൂടി നമ്മൾ ഗൗരവപ്പെടണം. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ആസന്നമായ സ്ഥലത്തോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന തൊട്ട് മുമ്പ് കേരളത്തിൽ വന്ന സമയത്ത് നടത്തിയ പൊതുയോഗത്തിൽ കോൺഗ്രസിനെയാണ് വിമർശിച്ചത്. എങ്ങനെയാണ്? MMC എന്നാണ് വിളിച്ചത്, മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ്. അതിനകത്ത് CPM-നെതിരെ ഉയർച്ചത് അഴിമതി ആരോപണമാണ്. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക്, പൊതുമണ്ഡലത്തിലേക്ക് കോൺഗ്രസിനെ ഏത് നിലയ്ക്കാണ് പ്രതിഷ്ഠിച്ചത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് BJP കോൺഗ്രസിനെ കാണുന്ന രാഷ്ട്രീയമാണ്. കോൺഗ്രസ് മുക്ത ഭാരതം പോലെ കോൺഗ്രസിൻ്റെ കേരളത്തിലെ സാന്നിധ്യം BJP എങ്ങനെയാണ് കാണുന്നത്? മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളോട് കോൺഗ്രസ് പുലർത്തുന്ന അനുഭാവത്തെയാണ് അത് കേന്ദ്രീകരിക്കുന്നത്. മാവോയിസ്റ്റ് എന്ന് വിളിക്കുന്ന കാര്യം, ഇത് CPI ആയിട്ടും BJPക്ക് ഒരു വൈരനിര്യാതന ബുദ്ധിയില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. കാര്യം മാവോയിസ്റ്റുകൾ നമുക്കറിയാമല്ലോ, ഒരു എലിമിനേഷൻ വിധേയമാണ് ഛത്തീസ്ഗഡിലും ബസ്തർ ഏരിയയിലും. അപ്പോൾ മാവോയിസം പ്രദാനം ചെയ്യുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തെയാണ്. ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ എന്ന് പറയുന്നത് മാവോയിസ്റ്റുകളല്ല, കോൺഗ്രസ് എല്ലാവരും കോൺഗ്രസ് മാവോയിസ്റ്റുകളായിട്ടുള്ള വൈരുദ്ധ്യം വളരെ പ്രകടമാണ്. പക്ഷേ ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും ന്യൂനപക്ഷ അനുകൂലമായ രാഷ്ട്രീയത്തെയും കോൺഗ്രസ് പ്രതിദാനം ചെയ്യുന്നു. അതിനെയാണ് വേരിറക്കേണ്ടതെന്നാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായി പറഞ്ഞത്. രാഷ്ട്രീയ പ്രസംഗം അദ്ദേഹം നടത്തി. അദ്ദേഹം കോൺഗ്രസിൻ്റെയും BJPയുടെ രാഷ്ട്രീയ മുദ്രാവാക്യത്തിൻ്റെ അജണ്ടയുടെ ഭാഗമായിട്ട് അപ്പോൾ ഒരു പ്രത്യയശാസ്ത്ര അന്തരീക്ഷം, രാഷ്ട്രീയ അന്തരീക്ഷം പ്രധാനമന്ത്രി തന്നെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് BJP സംബന്ധിച്ചാൽ അവിടുന്ന് പിന്നെ ടേക്ക് ഓഫ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സംബന്ധിച്ചാൽ കോൺഗ്രസിനെ ഒരു രാഷ്ട്രീയമായിട്ട് ദുർബലപ്പെടുത്തേണ്ടതും രാഷ്ട്രീയ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുത്തേണ്ട ഒരു ദേശീയ കാഴ്ചപ്പാടിൽ കോൺഗ്രസിന് വളരെ പ്രസക്തമാണ്. കാര്യം CPM-ന് ഒരു പക്ഷേ ആ നിലയിൽ CPM BJP പ്രധാനപ്പെട്ട ശത്രുവായി കാണുന്നുണ്ട്, BJP എതിർക്കണമെങ്കിൽ കൂടി BJP സമയം CPM എന്നുള്ളത് ആ നിലയിൽ പ്രസക്തമല്ല. കാര്യം നമ്മൾ ബംഗാൾ നോക്കുക, തൃണമൂൽ കോൺഗ്രസിനെയാണ് അവിടെ CPM എതിർക്കുന്നത്, അവിടെ കോൺഗ്രസിനെ പോലും എതിർക്കുക, തൃണമൂൽ കോൺഗ്രസ്. അപ്പോൾ ഇവരെ BJPയുടെ നാഷണൽ നെഗറ്റീവ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ വൈരുദ്ധ്യമാണ്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ബന്ധപ്പെട്ടാണ്, പ്രത്യേകിച്ച് സമീപകാലമായിട്ട്. മാത്രമല്ല തൊട്ടുമുമ്പത്തെ പൊതുയോഗത്തിൽ വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനത്തിൽ പ്രധാനമന്ത്രിയുടെ സൂക്ഷ്മ നിരീക്ഷണത്തോട് പറഞ്ഞെന്നാണ് അദാനീസ് അവർ പാർട്ട്ണർ അടിവരയിട്ട് അദ്ദേഹം സൂചിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ വികസന കാര്യത്തിൽ ഞങ്ങളുടെ രാഷ്ട്രീയ പന്താവ് അല്ലെങ്കിൽ ഞങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ കേരളത്തിലെ മന്ത്രിസഭ പിന്തുടരുന്നുള്ള ഞങ്ങളുടെ സന്തുഷ്ടിയുണ്ട് എന്ന തരത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. അപ്പോൾ രാഷ്ട്രീയമായിട്ട് എവിടെയാണ് വൈരുദ്ധ്യം നിലനിൽക്കുന്നുള്ളത്, അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട് രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിലുണ്ടെന്നും അതിന് ടേക്ക് ഓഫ് ചെയ്യാൻ BJPക്ക് ഒരു രാഷ്ട്രീയ നിർദ്ദേശം കൊടുത്ത് നമുക്ക് മനസ്സിലാക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ BJP അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജിനോ ജോൺ, രണ്ടായി തോന്നുമെങ്കിലും ഒന്നാണ് ഈ കോൺഗ്രസും BJPയും എന്നുള്ളതാണ് CPI എന്ന് ഉന്നയിച്ചിരിക്കുന്ന വിമർശനം. അതേസമയം രാജീവ് ചന്ദ്രശേഖർ മറുപടി പറയുന്നതാകട്ടെ നാണം കെട്ട പാർട്ടി എന്നാണ്. പ്രതിപക്ഷ നേതാവ് ഇന്ന് രൂക്ഷമായ ഭാഷയിലാണ് അതിനോട് പ്രതികരിക്കുകയും ചെയ്തത്. നോക്കൂ, ഇപ്പൊ ഡീൽ ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ടെങ്കിലും തിരിച്ചുള്ള ആരോപണങ്ങളുമുണ്ട്. മാധവ്, എന്തായാലും ഞങ്ങൾ ഡീൽ ആരോപണം ഉന്നയിച്ചതിന് ശേഷം തിരിച്ചുള്ള ആരോപണങ്ങൾ അവർ പറയുന്നുണ്ട്, അത് ശരിയേ. പക്ഷേ ആ ആരോപണങ്ങളിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. രണ്ടുപേർക്കും ഒരേ ശബ്ദമാണ്. ചേട്ടൻ്റെയും അനിയൻ്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നത് എന്താണെന്ന് മറ്റേ സിനിമ ചോദിച്ച പോലെയാണ്. ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ ഗോപനും അതുപോലെ ഷാബു പ്രസാദും ഒരുപോലെ ആക്രമിക്കുന്നത് കോൺഗ്രസിനെയാണ്. ഞാൻ ഒന്നാമത്തത് ഗോപൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സിനിമാ നടനെ എന്തുകൊണ്ട് പാലക്കാട് നിർത്തിയെന്ന്. ഞങ്ങൾ അവിടെ നിർത്തിയിരിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനെയാണ്. അയാൾ സിനിമാ നടനായത് അയാളുടെ കുറവല്ല, അയാളുടെ ജീവിതമാർഗ്ഗമാണ്. അതോടൊപ്പം അയാൾ സിനിമാ മേഖലയിൽ നിൽക്കുന്ന കാലത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേരളത്തിൻ്റെ സാംസ്കാരിക കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഇടപെടലുകളൊക്കെ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു കൊണ്ട് തന്നെയാണ്. 10 വർഷക്കാലം ഗോപൻ്റെ പാർട്ടി സംസ്ഥാനം ഭരിച്ച കാലത്ത് ധൈര്യത്തോടെ ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞ ഒരു കോൺഗ്രസ്സുകാരനാണ് രമേഷ് പിഷാരടി. അതുകൊണ്ട് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി. പിന്നെ ഉറപ്പ്, അത് കോൺഗ്രസിൻ്റെ ഉറപ്പാണ്.
രമേശ് പിഷാരടി ജയിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പോൾ രമേശ് പിഷാരടിക്ക് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ചിഹ്നമാണ്. 10 വർഷമായി പ്രതിപക്ഷത്തിരുന്ന് പോരാടുന്ന പാർട്ടിക്ക് ചിഹ്നത്തിൽ മത്സരിപ്പിക്കാനുള്ള ആത്മവിശ്വാസമുള്ളതിൻ്റെ ഉറപ്പാണ് ആ ചിഹ്നം കൊടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ചിഹ്നം കൊടുക്കാത്തത്. ഗണേഷും മുകേഷും അതുപോലെ ഇന്നസെൻ്റ്, മുരളി അടക്കം നിരവധി നടന്മാരെ നിങ്ങൾ നിർത്തി. അവരൊക്കെ വെറും നടന്മാരായതുകൊണ്ടാണോ, നിങ്ങളുടെ രാഷ്ട്രീയ ബോധ്യമുള്ളത് കൊണ്ടാണോ നിങ്ങൾ നിർത്തിയത്? അപ്പോൾ നടന്മാരെ നിർത്തുന്നത് മോശപ്പെട്ട പ്രവണതയാണെന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ടോ? എങ്കിൽ ആ ഗണേഷ് കുമാറിനെ താങ്കൾ LDF നിന്ന് പിൻവലിപ്പിക്കണം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന്. വേറെയും കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ സിനിമാ നടന്മാർ മത്സരിച്ചു എന്നുള്ള രീതിയിൽ അതിനെ ചെറുതാക്കി കാണിക്കാൻ പാടില്ല. അടുത്തത്, നിങ്ങൾ പറയുന്നത് പാലക്കാട് അത്ര ശക്തമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പരീക്ഷിക്കാറുണ്ടെന്ന്. പാലക്കാട് നിങ്ങൾ ശക്തമല്ല എന്നുള്ളത് കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പ് നോക്കിയാൽ മനസ്സിലാകും. എങ്കിൽ പോലും ഏറ്റവും ശക്തമല്ലാത്ത കാലത്ത് കോൺഗ്രസ് വിട്ട് BJPയിൽ പോയി, എന്നിട്ട് അവിടെ ഇടം കിട്ടാതെ നിങ്ങളുടെ പാർട്ടിയിൽ വന്ന സ്ഥാനാർത്ഥിക്ക് നിങ്ങളുടെ പാർട്ടി ചിഹ്നം കൊടുത്ത കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ മത്സരിച്ചത് പിരായിരി എണ്ണിയപ്പോൾ തോറ്റെന്നുള്ളത് യാഥാർത്ഥ്യം. അപ്പോൾ പോലും പാർട്ടി ചിഹ്നം കൊടുത്ത നിങ്ങൾ ഇനി പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചില്ലെങ്കിൽ മരപ്പെട്ടി ഈനാമ്പെറ്റി ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമെന്ന് ലോക്സഭാ കാലത്ത് നിരന്തരം കരഞ്ഞ നിങ്ങൾ ഇപ്പോൾ പാർട്ടി ചിഹ്നം കൊടുക്കാതെ ബിരിയാണിയുടെ പേരും പറഞ്ഞിറങ്ങുന്നത് എന്തിൻ്റെ പേരിലാണ് എന്ന് ചോദിച്ചാൽ അത് ഡീലാണെന്ന് ഞങ്ങൾ പറയണം. ഇനി അടുത്തത്, മൈനോറിറ്റി വോട്ട് കിട്ടിയത് കൊണ്ടാണ്, രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത് കൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിച്ചതെന്നാണ് താങ്കളുടെ നിരീക്ഷണം. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ നടന്ന ഇലക്ഷൻ അല്ലല്ലോ. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതൃത്വത്തിൽ വലിയ തേരോട്ടം ഉണ്ടായില്ലേ, വലിയ ഞങ്ങൾക്ക് അനുകൂല തരംഗം ഉണ്ടായില്ലേ? അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാനല്ല, പഞ്ചായത്ത് പ്രസിഡന്റിനെയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയൊക്കെ തെരഞ്ഞെടുക്കാൻ വേണ്ടി നടന്നതാണ്. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ നുസൂർ പറഞ്ഞൊരു കാര്യം എന്താ, അവിടെ രമേശ് പിഷാരടി നിൽക്കണം, BJP ജയിച്ചാൽ മാത്രമേ ഒരു MP-ക്ക് തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ എന്നാണ് ഒന്നാമത്തെ കാര്യമായി പറയുന്നത്. രണ്ടാമത്തേത്, നിങ്ങൾക്ക് അവിടെ പാർട്ടി വളരെ ആക്റ്റീവായ ഒരു പാർട്ടി മുഖത്തെ നിർത്തുകയാണ് എങ്കിൽ നിങ്ങളുടെ MLA-ക്ക്, ഇപ്പം നിങ്ങളുടെ MLA അല്ലെന്ന് നിങ്ങൾ പറയുമെങ്കിലും എണ്ണം കൂട്ടുമ്പോൾ നിങ്ങൾ പാലക്കാട് കൂട്ടുന്നുണ്ടല്ലോ, നിങ്ങളുടെ സിറ്റിംഗ് മണ്ഡലമാണല്ലോ. അപ്പോൾ അങ്ങനെ MLA-ക്ക് നേരിടേണ്ടി വരുന്ന ഈ ഒരു ജനരോഷത്തെ നേരിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചുകൂടി സഹൃദയമായ ഒരു ഫേസിനെ അവതരിപ്പിക്കുന്നു എന്ന നിലയ്ക്ക് ഇത് രണ്ടും നിങ്ങൾക്കെതിരായ ആരോപണമാണ്. അല്ല, ഞാൻ പറയട്ടെ മാധു, പാർട്ടി വിട്ടുപോകുന്ന ആളുകൾ, സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് വിട്ടുപോകുന്ന ആളുകൾ, തലേ ദിവസം വരെ ഈ പാർട്ടിയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നവരുടെ ജനാധിപത്യ ബോധമല്ലല്ലോ അത്, അടിമത്തം എന്ന് പറയുന്നത്. അപ്പോൾ അടിമ സമാനമായ ബോധത്തോടെ ഈ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകൾ വിട്ടുപോകുന്നതിന് ശേഷം പറയുന്ന അഭിപ്രായത്തോട് യോജിപ്പില്ല. ഗോവിന്ദൻ പറഞ്ഞതും കുഞ്ഞികൃഷ്ണൻ മാഷ് പറഞ്ഞതും ഒക്കെ നിങ്ങൾ കേൾക്കുകയും വിശ്വസിക്കുകയൊക്കെ ചെയ്തില്ലേ? അല്ല, ഞാൻ പറയട്ടെ, ഈ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് പാർട്ടി വിട്ടുപോരുന്നതിന് മുമ്പ് കുഞ്ഞികൃഷ്ണനെ അവർ പുറത്താക്കിയല്ലേ ചെയ്തേ, TK ഗോവിന്ദനെ അവർ പുറത്താക്കിയല്ലേ ചെയ്തേ. ഞങ്ങൾ ഈ പറഞ്ഞ നുസൂർ എന്താ ചെയ്തത്? സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വന്നപ്പോഴാണ് പുറത്തേക്ക് പോയത്. അപ്പോൾ ആ വിഷയം അവിടെ നിൽക്കട്ടെ, നുസൂറിന്റെ വിഷയമല്ല അവിടെ ചർച്ച. അല്ലാതെ CPM-കാരെടുത്ത് താലോലിക്കുന്നു പറഞ്ഞിട്ട് ആരും ഇത്രയും വലിയ ആരോപണമൊന്നും ഉന്നയിക്കില്ലല്ലോ. അല്ല, ഞാൻ പറയാം മാധു, അതിലേക്ക് വന്നാൽ എൻ്റെ ബാക്കി 2 കാര്യം പറയാൻ പറ്റും. ഒന്ന്, കോൺഗ്രസിന് ഈ UPA സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചു ഗോവന്റെ പാർട്ടി എന്ന് പറഞ്ഞു. ശരി, നിങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ എന്തിനാ പിന്തുണ പിൻവലിച്ചത്? ആണവ കരാറിൽ ഒപ്പിട്ടെന്ന് പറഞ്ഞ് പിന്തുണ പിൻവലിച്ചു. അപ്പോൾ കോൺഗ്രസ് പരാജയപ്പെടൂലേ? കോൺഗ്രസ് പരാജയപ്പെട്ടാൽ ആരായിരിക്കും അപ്പോൾ ജയിക്കുക? അപ്പോൾ BJP അല്ല ജയിക്കുക. അപ്പോൾ ഇടവഴിയിൽ വെച്ച് കോൺഗ്രസിന്റെ പിന്തുണ പ്രഖ്യാപിച്ച് നിങ്ങൾ ഇട്ടിട്ട് പോയപ്പോൾ BJP വരാതിരിക്കാനല്ലല്ലോ നിങ്ങൾ ആ പിന്തുണ പിൻവലിച്ചു പോയത്. എന്നിട്ട് അന്ന് ആണവ കരാർ ഒപ്പിട്ടതിന്റെ പേരിൽ കിട്ടിയ കറണ്ടും വാങ്ങിയിട്ട് ഇപ്പോൾ പറയുകയാണ് ഇവിടെ പവർ കട്ടില്ല എന്ന് പറയുന്ന തരം ആളുകളാണ് നിങ്ങൾ. അപ്പോൾ ആ രാഷ്ട്രീയം അവിടെ വെച്ചാൽ 80-ൽ 2 സീറ്റ് ഉണ്ടായ BJP എങ്ങനെയാണ് ഇവിടം വരെ എത്തിയതെന്ന് നോക്കിയാൽ അതിൽ CPM-ന് കൃത്യമായ പങ്കുണ്ട് എന്നുള്ളൊരു ചരിത്രമാണ്. ഇനി BJP-യുടെ പ്രതിനിധിയോട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നുസൂറിന്റെ കാര്യത്തിലേക്ക് വരാൻ മാധു, അല്ലെങ്കിൽ വിട്ടുപോകും. കോമഡി നടൻ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനുള്ള, സുരേഷ് ഗോപി തൃശ്ശൂരിന്റെ MP ആണ്. സിനിമാ നടൻ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ലേബൽ. അദ്ദേഹം അതിനു മുമ്പ് പലവട്ടം അവിടെ മത്സരിച്ചിട്ടുണ്ട്, ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒക്കെ. സിനിമാ നടൻ എന്നുള്ള ലേബലിലാണല്ലോ മത്സരിച്ചത്, അല്ലാതെ BJP-ക്ക് വേണ്ടിയിട്ട് ബാരിക്കേഡ് മറിക്കാനുള്ള സമരത്തിന് ഇറങ്ങിയിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ടോ അല്ല. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് കോമഡി നടൻ എന്നുള്ളത് ഒരു മോശപ്പെട്ട പദപ്രയോഗമാണെങ്കിൽ ഞാൻ താങ്കളോട് പറയുന്നു, ആക്ഷൻ ഹീറോയിൽ നിന്ന് കോമഡി നടനായിട്ട് ചുരുങ്ങപ്പെട്ടത് സുരേഷ് ഗോപിയാണ് MP ആയതിനു ശേഷം. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തുണ്ട്. ഇനി താങ്കൾ പറഞ്ഞ ശിഖണ്ഡി എന്നുള്ള വാക്കിനോട് എനിക്ക് യോജിപ്പില്ല. അതൊരു മര്യാദയുള്ള വാക്കായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ താങ്കൾ ഉറച്ചുറച്ച് അത് പറയുന്നതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, 2018-ൽ മാത്രം BJP-യിൽ അംഗത്വം എടുത്ത 8 വർഷക്കാലത്തെ മാത്രം രാഷ്ട്രീയ BJP-യിൽ സംഘടനാ പ്രവർത്തന പരിചയമുള്ള, സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെന്നും അറിയാൻ പാടില്ല, സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്നതാണ് നിങ്ങളുടെ പാർട്ടി. ആ പാർട്ടി സ്ഥിരം രാഷ്ട്രീയക്കാരല്ലാത്തവരെ സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. ഏറ്റുമാനൂരിൽ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് വോട്ടർ പട്ടികയിൽ പേരില്ല. പെരുമ്പാവൂരിൽ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് വോട്ടർ പട്ടികയിൽ പേരില്ല. കേരളമെമ്പാടും വലിയ പോരാട്ടം നടക്കുമ്പോൾ ശബരിമല കൊള്ളക്കാരെ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് നയിക്കാൻ നിങ്ങൾ പോരാട്ടം നടത്തുന്ന കാലത്ത് നിങ്ങൾ പറയുന്നത് ചക്കയുമായിട്ട് 13 പേരെ ഇറക്കിയിട്ടുണ്ടെന്ന. ഇതിൽ പകുതി പേർക്ക് വോട്ടർ പട്ടികയിൽ പേരില്ല. ഇതുവല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ചിലപ്പോൾ പെട്ടെന്ന് കണ്ടെത്തിയ ആൾക്ക് ഇല്ലാത്തായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പല്ലേ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകളെ നിർത്തിയിട്ട് പറയാം നിങ്ങൾ സ്ഥിരം രാഷ്ട്രീയക്കാരല്ലാത്തവരെ നിർത്തിയെന്ന്. എസ് ജയശങ്കർ ഇപ്പോഴത്തെ വിദേശകാര്യ മന്ത്രിയാണല്ലോ, സ്ഥിരം രാഷ്ട്രീയക്കാരനായിരുന്നോ അദ്ദേഹം? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമായിരുന്നപ്പോൾ. അപ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങളും അങ്ങനെ നമ്മൾ പരിശോധിച്ച ഒരുപാട് പേരുടെ കാര്യം പറയാനുണ്ട്, അങ്ങനെ പരിശോധിക്കുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഈ സിനിമാ നടന്മാർ അല്ലെങ്കിൽ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, സീരിയൽ നടന്മാർ അല്ലെങ്കിൽ പത്രപ്രവർത്തകരൊക്കെ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നതിനോട് ബിജെപിക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സീരിയൽ നടന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിക്കുന്നുണ്ടല്ലോ, അവരൊക്കെ പിന്നെ എന്തിനാണ് ബിജെപിയുടെ ഭാഗമായിട്ട് മത്സരിക്കുന്നത്? അവർക്കൊക്കെ നാണാവില്ലേ മത്സരിക്കാൻ? നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റാണ് പറയുന്നതെങ്കിൽ അപ്പോൾ ഷാബു പ്രസാദിന്റെയും ഗോപന്റെയും ഈ ചർച്ചയിലെ തന്നെ രണ്ട് പക്ഷത്തിന്റെയും സംസാരം കേട്ടാൽ അറിയാം, നിങ്ങൾ കോൺഗ്രസിനെതിരെ പറയുന്നത് ഒരേ വാചകങ്ങൾ, ഒരേ ശബ്ദത്തിലാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലാണ് ഡീലുള്ളത്. ബന്ധപ്പെട്ട് ഈ കറണ്ട് വാങ്ങി എന്ന് പറയുന്ന പരാമർശം, അങ്ങനെ ഒരു കരാറ് ഇപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല, അത് പിന്നീട് ഉണ്ടായിട്ടുമില്ല എന്നുള്ളത് അങ്ങ് ശ്രദ്ധിക്കുമല്ലോ. ഞാൻ വിചാരിക്കുന്നു അങ്ങേക്ക് അതിൽ എതിരഭിപ്രായമുണ്ടെങ്കിൽ പിന്നീട് പറയുകയുമാകാം. ഡോക്ടർ ഗോപൻ, പക്ഷെ ഇത് നോക്കൂ, സിനിമാ നടൻ എന്ന് പറഞ്ഞ് ഷാബു പ്രസാദ് അദ്ദേഹത്തെ, അതും ഞാൻ ആവർത്തിക്കാൻ തയ്യാറല്ലാത്ത ഒരു വാക്ക് ഉപയോഗിച്ച് പറയുന്നു. പക്ഷേ ഇന്ന് തോമസ് ഐസക് മുതിർന്ന നേതാവ് പറയുന്നതിൽ എല്ലാ വാക്കുകളിലും രാഷ്ട്രീയമുള്ളൊരു നേതാവ് കോമാളി വേഷം എന്ന് പറയുന്നു. അങ്ങനെ അധിക്ഷേപിക്കാമോ? നോക്കൂ, ടീച്ചറെ, നമ്മുടെ ശൈലജ ടീച്ചറെ തുന്നൽ ടീച്ചർ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചപ്പോൾ ശാലി ടീച്ചർ എന്താ പറഞ്ഞത്? ശാലി ടീച്ചർ ഞാൻ തുന്നൽ ടീച്ചർ അല്ല എന്നല്ല പറഞ്ഞത്. തുന്നൽ ടീച്ചർ എന്താ, ടീച്ചർ അല്ലേ എന്നാണ്. മാന്യമായി പണിയെടുത്ത് അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളെ ഈ നിലയ്ക്ക് വ്യക്തിധിക്ഷേപം ചെയ്യാമോ? അതും തോമസ് ഐസക്കിനെ പോലെ ഇത്രയും മുതിർന്ന നേതാവ്. ശ്രീമതി മാധു, ഞാൻ അത്തരം ഒരു ചർച്ചയിലേക്ക് കടക്കുന്നതേയില്ല. അതെങ്ങനെ ശരിയാവും? നിങ്ങളുടെ നേതാക്കൾ പറയുന്നതിന് മറുപടി പറയണ്ടേ? രാഷ്ട്രീയത്തിൽ അല്ല, ഞാൻ എൻ്റെ മറുപടി പറയട്ടെ ശ്രീമതി മാധു. അതിന് അനുവദിക്കുന്നെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിർത്താം. അതായത് ഏത് രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിക്കാനും അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും നമ്മുടെ സമൂഹത്തിൽ ആർക്കും അവകാശമുണ്ട്. അത് രമേശ് പിഷാരടിക്കും അവകാശമുണ്ട്, ലിൻഡോ ജോണിനും ഉണ്ട്, അങ്ങനെയുള്ള എല്ലാവർക്കും ഉണ്ട്. അതിൽ തർക്കമില്ല. വിഷയം അതല്ല. വിഷയം ഞാൻ ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് അവിടെ CPM ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോഴാണ് നിങ്ങൾ നേതൃത്വത്തിൽപ്പെട്ട ആളെ അവിടെ ഷുവർ സീറ്റിൽ മത്സരിപ്പിക്കാത്തിരുന്നത് എന്ന ചോദ്യം ഉന്നയിച്ചത്. അത് അവിടെ ഇരിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഇവിടെ വിശദീകരിക്കാൻ ശ്രമിച്ചത്, ഒന്ന്, പാലക്കാട് ഞങ്ങൾക്ക് ഒരു 4000 മുതൽ 5000 വോട്ടിൻ്റെ വരെ ഷോർട്ടേജാണ് 1-2 തെരഞ്ഞെടുപ്പുകളിലായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ വോട്ട് 40,000-ഓളം വോട്ടുണ്ട് അവിടെ. അത് ഞങ്ങൾക്ക് ലഭിക്കും. അതിനപ്പുറത്തേക്ക് സ്വതന്ത്രമായി ചിന്തിക്കുന്ന കുറച്ച് വോട്ട് കൂടി സമാഹരിച്ചാലേ പാലക്കാട് ജയിക്കാൻ പറ്റും. ഇതാണ് പച്ചയായ കാര്യമെന്ന് ഈ കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, അദ്ദേഹം ഇവിടെ പറയാൻ പരിശ്രമിച്ചത് എത്ര ബാലിശമായ കാര്യങ്ങളാണ് ഈ ഒരേ ശബ്ദം എന്ന് പറയുന്നത്. സോണിയാഗാന്ധിക്കെതിരെ ഞങ്ങൾ വിമർശനം ഉന്നയിച്ചാൽ, രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞാൽ ഇവർ കൂട്ടത്തോടെ ഇളകിക്കൊണ്ട് പറയും അത് BJP പറയുന്നതാണ്. CPM-നെതിരായിട്ട്, പിണറായി വിജയനെതിരായിട്ട് ഇവർ രണ്ടുപേരോട് ഒരുമിച്ച് പറഞ്ഞാൽ അത് ഒരേ ശബ്ദമാവത്തില്ല. ഇനി ശബ്ദത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, BJPക്ക് അകത്ത് നിൽക്കുന്ന 90% നേതാക്കളും കോൺഗ്രസിൽ നിന്ന് ചെന്നവരാണ്. 7 മുഖ്യമന്ത്രിമാരെ, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരെ BJPക്ക് സംഭാവന ചെയ്ത പാർട്ടി. BJP സംസാരിക്കുമ്പോൾ ആരുടെ ശബ്ദമായിരിക്കും അന്നേരം സംസാരിക്കുക? ഇനി 17 PCC പ്രസിഡന്റുമാരെ കൊടുത്തത്. ഇനി കേരളത്തിൽ സംസാരിക്കുമ്പോഴോ, പത്മജ വേണുഗോപാൽ സംസാരിച്ചാൽ ഏത് സ്വരമായിരിക്കും വരിക? അനിൽ ആന്റണി സംസാരിച്ചാൽ ഏത് സ്വരമായിരിക്കും വരിക? സണ്ണി ജോസഫിൻ്റെ സഹോദരൻ ഷാജി ജോസഫ് സംസാരിച്ചാൽ ഏത് സ്വരമായിരിക്കും വരിക? ഇനി പാലക്കാട് ഇന്നൊരാളെ കൊടുത്തല്ലോ, മഹിളാ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയെ BJPക്ക് കൊടുത്തല്ലോ, അത് ഏത് സ്വരമായിരിക്കും വരിക? അപ്പം നമ്മുടെ രാജ്യത്ത് ഡീലുണ്ടാക്കി ചരിത്രമുള്ള ഇഷ്ടം പോലെ പാർലമെന്റ് മെമ്പർമാരെ BJPക്ക് സംഭാവന ചെയ്ത. ഇത് അങ്ങേക്ക് അറിയാത്ത കാര്യമല്ല. ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതല്ല ഡീൽ, ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് വോട്ട് മറിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ P. സരിൻ നിങ്ങളുടെ കൂടെ വന്നത് ഡീലിന്റെ ഭാഗമായിട്ടാണോ? അല്ല, പാർട്ടിയിൽ നിന്ന് മാറുന്നതാണ്. പാർട്ടിയിൽ നിന്ന് മാറാതെ വോട്ട് മറിച്ചു കൊടുക്കുന്നതല്ലേ? ഇത് അങ്ങേക്ക് അറിയാത്തല്ല, ഇതൊരു നറേറ്റീവ് അങ്ങ് ഉണ്ടാക്കി വെക്കുകയാണ്. ശരിയാണ് അങ്ങ് പറഞ്ഞത്, കോൺഗ്രസിൽ നിന്ന് വ്യാപകമായി 7 മുഖ്യമന്ത്രിമാരടക്കം പോയിട്ടുണ്ട് BJP-യിലേക്ക്. അവർ പോകുന്നതിനെ ഡീൽ എന്നല്ല പറയുന്നത്, രാഷ്ട്രീയ മാറ്റം എന്നാണ്.
പോകാതെ നിന്ന് വോട്ട് മറിക്കുന്നുണ്ടെങ്കിലാണ് ഡീലാണ് നമ്മുടെ വിഷയം. പിന്നെ അങ്ങ് പറഞ്ഞു ഞാൻ അതിൽ ചർച്ചയ്ക്കില്ല, എന്റെ മറുപടി പറയട്ടെ എന്ന്. അങ്ങ് എന്നിട്ട് അതിനുശേഷം പറഞ്ഞു എല്ലാവർക്കും തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ തൊഴിലെടുത്ത് ജീവിക്കുന്നതിനെ അധിക്ഷേപിക്കുന്നതിനെ എങ്ങനെയാണ് രാഷ്ട്രീയമായി കാണാൻ കഴിയുക എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അങ്ങ് എങ്ങനെയാണ് അത് സ്കിപ്പ് ചെയ്ത് പോവുക? ശ്രീമതി മാധു, ഈ ഡീലും BJP-യിലേക്ക് പോയതും തമ്മിൽ വ്യവച്ഛേദിക്കാൻ പരിശ്രമിക്കുമ്പോൾ ഭവതി ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, ഇന്ത്യ രാജ്യത്ത് ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് 11 MLA-മാരെ പുറത്താക്കിയായിരുന്നു. ഇന്ത്യൻ ഭരണഘടന പൊളിച്ചെഴുതാൻ പോവുക BJP-ക്ക് അതിനുള്ള റൈറ്റ് ഇല്ലാതിരുന്നു, അല്ലെങ്കിൽ അവർക്കുള്ള അതിനുള്ള ഭൂരിപക്ഷം ഇല്ലായിരുന്നു. ഭൂരിപക്ഷം എവിടെ കൂടെ വരണം? രാജ്യസഭയിൽ വരണം. രാജ്യസഭയിൽ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം ഇല്ല കോൺഗ്രസിന്റെ BJP-ക്ക്. അപ്പോൾ കോൺഗ്രസിന്റെ 3 സ്റ്റേറ്റുകളിലായി 11 MLA-മാർ 4 പേര് വിട്ടുനിന്നു വോട്ട് ചെയ്യാതെ. ബാക്കി 7 പേര് BJP നിർത്തിയിട്ടുള്ള രാജ്യസഭാ അംഗത്തിന് വോട്ട് ചെയ്തു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുക. നിങ്ങൾ ദിവസങ്ങൾ ചർച്ച ചെയ്യേണ്ടത് വിഷയം അതാ. കാരണം ഇന്ത്യ രാജ്യത്ത് BJP-ക്ക് ഹിന്ദു വർഗീയത, അവര് ഇന്ത്യ രാജ്യത്തെ ഭരണഘടനയെ പൊളിച്ചെഴുതാൻ, ഇന്ത്യൻ സംസ്കൃതിയെ പൊളിച്ചെഴുതാൻ, ഇന്ത്യയുടെ ലോകസഭയും രാജ്യസഭയും ഉപയോഗിക്കാൻ പരിശ്രമിക്കുന്നതിന് കൂട്ടുനിന്നു കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഡോക്ടർ പി കെ ഗോപൻ, എനിക്ക് അങ്ങോട്ട് തർക്കമില്ല. പറയുമ്പോ തർക്കിക്കാൻ ഞാനില്ല. പക്ഷെ ഞാൻ ചോദിച്ച കാര്യത്തിന് മറുപടി പറഞ്ഞില്ല. മാധുവും ഗോപനും തമ്മിലുള്ള തർക്കം പരിഹരിക്കലല്ല ഈ ചർച്ച. നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ശ്രീമതി മാധുവും PK ഗോപനും തമ്മിലുള്ള തർക്കം പരിഹരിക്കലല്ല ഈ ചർച്ച. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ മറ്റൊരു കാര്യം പറയാനുമല്ല ചർച്ച. നിങ്ങൾക്ക് തർക്കമില്ലെന്ന് പറയുമ്പോ നമ്മളൊരു കാര്യം അതിന് ഉത്തരം പറയാൻ ഞാനില്ല എന്ന് പറഞ്ഞ വേറെ ഒരു കാര്യം പറയുന്നതുമല്ല ചർച്ച. പറയാൻ സമ്മതിക്കത്തില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഇല്ല, പറയാൻ സമ്മതിക്കാതിരിക്കില്ല. അങ്ങനെ പറയുന്നില്ലെന്ന് പറഞ്ഞത് അങ്ങാണ്. വളരെ പ്രകടമാണ്. ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോ പറയുന്നില്ലെന്ന് പറഞ്ഞത് അങ്ങാണ്. പറയാൻ സമ്മതിക്കാതിരിക്കല്ല, പറയുന്നില്ലെന്ന് പറഞ്ഞതാണ്. പ്രതിക്ക് മാത്രമേ സംസാരിക്കാൻ നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഇങ്ങനെയാ ഞാൻ ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞില്ലേ, അത്ര കോൺഗ്രസിന്റെ പ്രതിനിധിക്ക്. ശരി, എന്നാ നിങ്ങൾ പറഞ്ഞു. ഡോക്ടർ പി കെ ഗോപൻ, അങ്ങേക്ക് ഞാൻ അങ്ങയോട് ചോദിച്ചത് എന്താണ്? ഡീലിനെ കുറിച്ചല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. പാലക്കാട്ടെ സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്വന്തം ചിഹ്നത്തിൽ നിർത്തുന്ന സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കുകയാണ് നേതാക്കൾ. അങ്ങ് സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ എങ്ങനെ ചർച്ച നടക്കുക? എന്നിട്ട് പറയാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് ബാലിശമല്ലേ? നിങ്ങൾ കുറച്ചുകൂടി നിയന്ത്രണം പാലിച്ച് സംസാരിക്കണം. വ്യക്തിപരമായി ഇത്തരം പരാമർശങ്ങളൊന്നും ശരിയല്ല. ഒരു കാര്യം ഞാൻ പറയാം. ഇത് ലിൻഡോ ജോൺ UDF-ന്റെ പ്രതിനിധി സംസാരിച്ചതിന് മറുപടി പറയാതെ നിങ്ങളുടെ ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? അവരിവിടെ ഉന്നയിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിനെല്ലാം എനിക്ക് മറുപടി പറയണ്ടേ? നിങ്ങൾ നിങ്ങളുടെ ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? ഒരു തർക്കമില്ലല്ലോ. ഒരാളിൻ്റെ തൊഴില്, അയാളുടെ ശരീരം, അയാളുടെ ഭാഷ, അയാളുടെ ബോഡി ലാംഗ്വേജ്, ഇതിനെ ഒന്നും ആർക്കും വിമർശിക്കാൻ ഒരധികാരവും ഇല്ല. ശൈലജ ടീച്ചറുടെ തുണ്ട് കാണ്ടോ എന്ന് ചോദിച്ചപ്പോഴും, ശൈലജ ടീച്ചറെ തുന്നൽ ടീച്ചർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോഴും എല്ലാം വളരെ ശക്തമായി പ്രതികരിച്ചിട്ടുള്ളതാണ് കേരളീയ സമൂഹം. അതുകൊണ്ട് രമേശ് പിഷാരടിയെ സംബന്ധിച്ച് ആരെങ്കിലും അദ്ദേഹത്തിന്റെ തൊഴിലിനെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ തൊഴിലിനെ ആക്ഷേപിച്ചെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിന്റെ തൊഴിലിനെ ആക്ഷേപിക്കാൻ ആർക്കും അവകാശമില്ല. അതിലൊന്നും ഒരു തർക്കമില്ല. അദ്ദേഹത്തിന്റെ ഒരു നടനോ നടിയോ രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങുന്നത് ഒരു തർക്കമുള്ള കാര്യമല്ല. CPM നടനെ നടിയെല്ലാം നേരത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ മത്സരിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നും അവിടുത്തെ തർക്കം അതല്ല. ഞാൻ ഉന്നയിച്ച ചോദ്യം അതല്ല. ഞാൻ ഉന്നയിച്ച ചോദ്യം ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ഞാൻ മറ്റേ ചോദ്യം ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് BJP-ക്ക് ഇന്ത്യ രാജ്യത്ത് എല്ലാ അടിത്തറയും ഒരുക്കി കൊടുക്കുകയും BJP-യുടെ രാഷ്ട്രീയത്തെ ബലപ്പെടുത്തുകയും ചെയ്ത് കേരളത്തിൽ തന്നെ നോക്കൂ, ഇന്നലെ മാധു ചൂണ്ടിക്കാണിച്ചത് തന്നെ മെനഞ്ഞാന്നത്തെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പത്രസമ്മേളനം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റെയാ. ആ പത്രസമ്മേളനത്തിൽ അതിനകത്ത് നിന്നുകൊണ്ടാണ് അങ്ങേര് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് ഇവിടെ കോൺഗ്രസും BJP ആയിട്ട് ചില സീറ്റുകൾ ഡീൽ ഉണ്ടാക്കുന്നു എന്ന്. ആ പാർട്ടിക്ക് അകത്ത് നിൽക്കുമ്പോഴാ പറഞ്ഞേ, പാർട്ടിക്ക് പുറത്തു വന്നിട്ട് പറഞ്ഞല്ല. ആ പാർട്ടിക്ക് അകത്ത് നിൽക്കുമ്പോഴാ പറഞ്ഞേ. അതിനുശേഷമാണ് അവരെ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ, നടപടി എടുത്തോന്ന് എനിക്കറിയില്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ട് നിൽക്കുമ്പോഴാണ് ഈ ആക്ഷേപം ഉന്നയിച്ചേ. അപ്പോ അത് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ്, മറ്റത്തൂർ പഞ്ചായത്തിൽ നമ്മൾ കണ്ടതാണ്. മുഴുവൻ അങ്ങ് കൊടുത്തത്. ഇപ്പൊ തന്നെ 8ഓ 10ഓ പഞ്ചായത്തുകളിൽ BJP-യുടെ പിന്തുണയോടുകൂടി UDF-ന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം ഒരു പഞ്ചായത്തിൽ പൂർണ്ണമായിട്ട് BJP, SDPI, കോൺഗ്രസ് ഭരണമായിരുന്നു. തെളിവ് ഞാൻ കൊടുക്കാം. ശരി ഡോക്ടർ പി കെ ഗോപൻ, ഒരു വാചകം പൂർത്തിയാക്കട്ടെ.
ഒരു വാചോടെ പൂർത്തിയാക്കട്ടെ. ബി ജെ പി CPM ഡീല് പറയുന്നതിന്റെ കാരണം കനകോന് വെച്ച തിയറിയിൽ മൈനോറിറ്റിക്ക് വോട്ട് കേരളത്തിൽ സമാഹരിക്കാൻ RSSുമായിട്ട് ബന്ധപ്പെടുത്തി CPM ഒരു ആക്ഷേപമില്ലാതെ നിൽക്കുന്ന പാർട്ടിയാണ്. RSSും CPMും തമ്മിൽ നല്ല ശത്രുതയാണ് എന്ന് കേരളീയ സമൂഹത്തിന് അറിയാം. ആ ശത്രുത ഉണ്ടാവില്ല എന്ന് മൈനോറിറ്റിയെ ബോധ്യപ്പെടുത്താൻ കനകോന് വെച്ചു കൊടുത്ത തിയറിയാണ് കുറച്ച് ദിവസമായിട്ട് ഇവര് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് കേരളത്തിൽ ചെയ്തു. അങ്ങനെ രാഷ്ട്രീയ മറുപടി പറയുകയും ചെയ്തു. ഇവിടെ തൊഴിലിനെ അധിക്ഷേപിക്കാൻ പാടില്ല, അത് അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് നിലപാടാണ്. മാത്രമല്ല അങ്ങ് എന്നോട് മറുപടി പറയുകയായിരുന്നില്ല എന്ന് പറഞ്ഞത് അത് ശരിയല്ല. കാരണം ഈ എന്താണ് രാഷ്ട്രീയ മാറ്റവും അതുപോലെ ഡീലും തമ്മിൽ മാറ്റി പറയാൻ അങ്ങ് ശ്രമിച്ചപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങ് അതിന്റെ ആൻസർ തുടങ്ങിയത്. സ്വാഭാവികമായും അത് എന്നോടുള്ള മറുപടിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. BJP ഭരിക്കുന്ന നഗരസഭ ഉൾപ്പെടുന്ന തൃപ്പൂണിത്തറ സഖ്യകക്ഷിക്കാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഈ കളമശ്ശേരിയിൽ വലിയ വോട്ട് വ്യത്യാസം കഴിഞ്ഞ തവണ ഉണ്ടായപ്പോഴാണ് അധികാരമാറ്റം ഉണ്ടായത് എന്ന് UDF ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള ആരോപണങ്ങൾ നിൽക്കുന്നു. അതിനൊക്കെ ഇടയിലാണ് നിങ്ങൾക്ക് രാഷ്ട്രീയം പറഞ്ഞ് മത്സരിക്കാനേ ജയിക്കാനേ അറിയില്ലേ? അങ്ങനെ ഒരു നില പോലും ഇല്ലേ? എന്തിനാണ് ഇന്നിപ്പോ B ഗോപാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പരാമർശം വരുന്നത്? മാധു, ഞാനിത് കഴിഞ്ഞ എന്റെ റൗണ്ടിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞത്. അതായത് ഒരു രാഷ്ട്രീയ സഖ്യമാകുമ്പോൾ ആ സഖ്യകക്ഷികൾക്ക് വേണ്ടത്ര പരിഗണന കൊടുക്കുക എന്നുള്ള ഒരു രാഷ്ട്രീയ മര്യാദയാണ് BJP കാണിച്ചത് എന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. ഞാൻ അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഈ ഡോക്ടർ ഗോപാലകൃഷ്ണന്റെ പരാമർശം, ഈ ഒരു കാര്യം ഞാൻ പറയട്ടെ മധു, ഇവിടെ ഇപ്പം ഇലക്ഷനോടനുബന്ധിച്ചല്ലെങ്കിലും ഇവിടെ UDFന്റെ സഖ്യകക്ഷിയായ പ്രമുഖ കക്ഷിയായ മുസ്ലിം ലീഗിന്റെ ഒരു MLA ഇവിടെ പറഞ്ഞത് എന്താണ്? നമ്മൾ കേട്ടതാണല്ലോ കുറച്ച്. ഞങ്ങൾക്ക് പ്രശ്നം മതമാണ് പ്രശ്നം എന്ന് പച്ചയ്ക്ക് പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞ വ്യക്തി UDFന്റെ സഖ്യകക്ഷിയുടെ MLA ആണ്. അത് വർഗീയതയാണോ? ഞാൻ അത് തന്നെയാ പറഞ്ഞത്. അപ്പൊ അത് വർഗീയതയാണ് എന്ന് വിചാരിക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് B ഗോപാലകൃഷ്ണൻ പറഞ്ഞത് വർഗീയതയല്ല എന്ന് പറയാൻ പറ്റുന്നത്? അത് നിങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടോ വർഗീയതയുടെ കാര്യത്തിൽ? അല്ല, അതെങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. B ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയും, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനങ്ങ് വ്യാഖ്യാനിച്ചോ എന്ന് പറയുന്നത് ഭയങ്കര തിണ്ണമെടുക്കല്ലേ? ഇവിടെ ഗുരുവായൂർ ഇതുവരെ ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യമാണ് B ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. അത് പറയാൻ പാടില്ലേ? അത് പറഞ്ഞാലെന്താ പ്രശ്നം? അത് യാഥാർത്ഥ്യമല്ലേ? ഇവിടെ നിന്നൊരു ഹിന്ദു MLA നോക്കൂ. അല്ലല്ല, അങ്ങനെയുണ്ടോ? നിയമസഭയിൽ അംഗങ്ങളാകുന്ന കേരളത്തിന്റെ ജനപ്രതിനിധികൾ ഹിന്ദു MLA, മുസ്ലിം MLA, ക്രിസ്ത്യൻ MLA എന്ന നിലയ്ക്കാണോ അവർ അഭിസംബോധന ചെയ്യപ്പെടേണ്ടതും പരിഗണിക്കപ്പെടേണ്ടതും? അങ്ങനെയാണോ? അല്ല, അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇവിടെ ഈ ഇടത് വലത് മുന്നണികൾ കോൺഗ്രസും CPMും ഒരുപോലെ ആരോപിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. BJPക്ക് ഒരൊറ്റ മുസ്ലിം MP ഉണ്ടോ? ഒരൊറ്റ മുസ്ലിം പ്രാതിനിധ്യമുണ്ടോ ഇവിടെ കേന്ദ്രത്തിൽ എന്ന് ഇവരാരോപിക്കുന്നതാണല്ലോ. മാധുവിന്റെ അതേ ലോജിക്ക് വെച്ച് മാധു ഒന്ന് പറഞ്ഞോട്ടത്. അല്ല, അതിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് കോൺഗ്രസും CPMും പറയേണ്ടല്ലേ? ഞാൻ ചോദിക്കുന്നത് എന്താണ്? ഞാൻ BJPയുടെ പരാമർശത്തെ കുറിച്ചാണ് ചോദിച്ചത്. അത് ചോദിക്കാനുള്ള ബാധ്യത എനിക്കുള്ളൂ. ഇപ്പം ഞാനൊരു വർഗീയ പരാമർശം പറഞ്ഞു എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി, അതിന് മറുപടി ഞാൻ അവരോട് ചോദിക്കാമെന്നേ. അങ്ങനെ എങ്ങനെയാണ് B ഗോപാലകൃഷ്ണന്റെ പരാമർശത്തെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് അങ്ങ് ചോദിക്കുന്നത്? ഇല്ല, ഞാൻ ന്യായീകരിക്കുന്നുമില്ല, എതിർക്കുന്നുമില്ല, ഒന്നുമില്ല. ഞാനതിൽ പറഞ്ഞേ BJPയോടോ അല്ലെങ്കിൽ BJP അനുഭാവികളോടോ മാത്രം ചോദ്യം ചോദിക്കാനുള്ള ബാധ്യതയെ ഇക്കാര്യത്തിൽ മാധുവിനുള്ളൂ എങ്കിൽ മാധു അതെങ്ങനെ B ഗോപാലകൃഷ്ണൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നാട്ടിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളോടും നിങ്ങൾ ഇത് മുമ്പ് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് വേണോ B ഗോപാലകൃഷ്ണനെ കുറിച്ച് സംസാരിക്കാൻ? അങ്ങനെയുണ്ടോ ഒരു തിട്ടൂരം? അല്ല, ഈ ചോദ്യം ഇതേ ലോജിക്ക് BJPക്ക് മാത്രമേ ബാധകമാവുള്ളൂ എന്നുള്ളത് എന്റെ ചോദ്യമാണ്. ആ ചോദ്യം മാധു കാര്യം BJPയോടോ അല്ലെങ്കിൽ BJP അനുഭാവികളോടോ മാധു ഇത് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതേ ചോദ്യം മറ്റവരോടും ചോദിക്കാം. അതെങ്ങനെയാണ് സാധ്യമാവുക? ഇപ്പൊ ഒരു വർഗീയ പരാമർശം നടക്കുന്നു, അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഈ ചരിത്രത്തിൽ ഇതുവരെ നടന്ന മുഴുവൻ വർഗീയ പരാമർശങ്ങളെയും അപഗ്രഥിച്ചതിന് ശേഷം മാത്രമേ ഇന്ന് നടന്ന സംഭവത്തെ കുറിച്ച് ചോദിക്കാൻ പാടുള്ളൂ. ശരി, നിങ്ങൾക്ക് ഉന്നയിക്കാം അങ്ങനെ ഒരു പരാമർശം. അതിനെ എതിർക്കാനുള്ള ഗ്രൗണ്ട് CPMനോ കോൺഗ്രസിനോ ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാം. CPMും കോൺഗ്രസ്സുകാരും അല്ലല്ലോ നിങ്ങളോട് ചോദിച്ചത്, ഞാനല്ലേ ചോദിച്ചത്. ആ ചോദ്യം ഞാൻ അവരോട് ചോദിക്കാം. ഇതിനാദ്യം മറുപടി പറയൂ. ഇത് ഈ സമീകരണ പരിപാടി അല്ലല്ലോ നടക്കുന്നത്.
ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ നടക്കും. അത് ഓരോരുത്തർ അവരവരുടെ ലോജിക്കിനനുസരിച്ച് അതിനെ എതിർക്കാവുന്നവർക്ക് എതിർക്കാം, വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം, പരാതിയുള്ളവർക്ക് പരാതി കൊടുക്കാം. പക്ഷെ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ സമീപിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും. അല്ല, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം പെരുമാറ്റച്ചട്ടം തന്നെ നിഷ്കർഷിക്കുന്നുണ്ട് ആ നിലയ്ക്കുള്ള പരാമർശങ്ങൾ ഉണ്ടാകാൻ പാടില്ല. സാമൂഹ്യ സൗഹാർദ്ദം ഹനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകാൻ ഇന്ന് കേസെടുത്തിട്ടുണ്ടെന്നേ. ആയിക്കോട്ടെ, കേസെടുക്കട്ടെ, കേസ് നടക്കുമ്പോൾ അങ്ങനെ ഒരു ഹിന്ദു MLA അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നോക്കാൻ സമയമുണ്ടാകില്ല എന്ന് പറയുമ്പോ അങ്ങനെ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നോക്കാനാണോ നാട്ടിൽ ജനപ്രതിനിധികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്? ക്ഷേത്രത്തിലെ കാര്യം നോക്കാൻ കൂടി തന്നെ അതിനു വേണ്ടിയിട്ടും കൂടിയാണ്. പക്ഷെ ആ ഒരൊറ്റ കാര്യം പറഞ്ഞാണോ അതിനെ എതിർക്കേണ്ടത്? അതിനു വേണ്ടിയിട്ട് കൂടിയാണെങ്കിൽ പള്ളിയിലെ കാര്യങ്ങളും കൂടി നോക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അത് പറയുന്നില്ലല്ലോ, അത് വേദനയില്ലല്ലോ. അല്ല, അത് തന്നെയാ പറഞ്ഞത്. ഇത് ഇവിടെ നടക്കുന്ന കാര്യമാണ്. ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇവിടെ. നാളെ ഈ നാട്ടിലെ മറ്റു മതവിശ്വാസികളൊക്കെ ഹിന്ദുക്കൾ ജയിച്ചാൽ പള്ളിയിലെ കാര്യങ്ങൾ നോക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ന്യായം പറയോ? പറയുമ്പോൾ മാത്രം രാഷ്ട്രീയത്തിലിറങ്ങി മത്സരിക്കുക, പച്ചയ്ക്ക് വർഗീയത പറയുക, അത് പറഞ്ഞ് വോട്ട് പിടിക്കാൻ നോക്കുക എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണ്. ആ നില ന്യായീകരിക്കാൻ പോകുന്ന അതിലും പരിഹാസ്യമാണ്. നിങ്ങളുടെ ഈ ആത്മരോഷത്തിന്റെ അകത്ത് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അത് എപ്പോഴും ഉണ്ടാകണം. എപ്പോഴും ഉണ്ട്. അല്ല, KM ഷാജിയുടെ പരാമർശത്തെ ഇതുവരെ ന്യായീകരിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടോ? ഞാൻ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വർഗീയ പരാമർശം വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നതോ KM ഷാജി നടത്തുന്നതോ നാട്ടിലേത് ആര് നടത്തിയാലും ന്യായീകരിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടോ? ന്യായീകരിക്കേണ്ട. പക്ഷെ KM ഷാജിയുടെ മെമ്പർഷിപ്പ് MLA സ്ഥാനം നഷ്ടപ്പെട്ടു. ചെയ്തിട്ടില്ല. അല്ലല്ല, എന്റെ മുന്നിൽ ഒരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ എനിക്കുറച്ച ബോധ്യവും വിശ്വാസവും ആത്മധൈര്യവും ഉണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്ന് ആ ധൈര്യത്തിൽ നിന്ന് തന്നെ ചോദിക്കുന്നത്. അപ്പൊ അത് ചോദിക്കുമ്പോൾ നാട്ടിലുള്ള മുഴുവൻ പേരുടെയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വന്ന ഞങ്ങളൊന്ന് ഉരിയാടിയേക്കാം എന്ന നിലയെടുക്കുന്നൊന്നും അത്രയ്ക്കുള്ള പ്രിവിലേജ് ഒന്നും ഇവിടെ ആരും വെച്ചോണ്ടിരിക്കുന്നില്ല. ശ്രീ ഷാബു പ്രസാദ്, ചോദ്യങ്ങൾ വരുമ്പോൾ സമാനമായ കാര്യങ്ങൾ ഇവിടെ ചോദിക്കും, ആവർത്തിക്കും. അല്ല, നിങ്ങൾക്ക് ചോദിക്കാനേ ഉള്ളൂ, മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. അവനവനെതിരെ ഒരു ആരോപണം വരുമ്പോ മറ്റുള്ളവർക്കും ആരോപണം ഉണ്ടല്ലോ എന്ന് പറയാനല്ല, അവനവൻ പറഞ്ഞതിന്റെ ഗ്രൗണ്ടിനെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു കൃത്യതയുമില്ല, ആ പരാമർശത്തിന് ഒരു ന്യായവുമില്ല, ഒരു കൃത്യതയുമില്ല. അല്ലല്ല, ഗുരുവായൂരിൽ ഹിന്ദു MLA ഉണ്ടായിട്ടുണ്ടോ, അത് സത്യമല്ലേ എന്ന് ചോദിക്കുമ്പോ അങ്ങനെ എണ്ണി നോക്കേണ്ട കാര്യമില്ലെന്നേ. അങ്ങനെ എണ്ണി നോക്കേണ്ട കാര്യം തന്നെ ഇല്ല ഇവിടെ. അല്ല, അത് കാര്യമുണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ടവർ തീരുമാനിക്കട്ടെ. മാധവല്ലല്ലോ തീരുമാനിക്കട്ടെ. അല്ലല്ല, ജനാധിപത്യത്തിലില്ല. ഇത് മതരാഷ്ട്രമല്ല. അങ്ങനെയൊന്നും വിചാരിച്ചല്ലേ? ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന്റെ അകത്ത് വസ്തുതയുണ്ട്. ഇനി അതിന്റെ അകത്ത് നിയമവിരുദ്ധതയുണ്ടെങ്കിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ തീരുമാനിക്കട്ടെ. ശരി. അല്ല, ഒരു അഭിഭാഷകൻ കൂടിയാണ്. അപ്പൊ നിയമവിരുദ്ധതയുണ്ടോ എന്ന് പ്രാഥമികമായി നോക്കേണ്ടതുണ്ട്. ഇനി ഒരാളെ കൊണ്ട് കൊന്നിട്ട് നിയമവിരുദ്ധതയുണ്ടെങ്കിൽ എന്നെ അങ്ങ് തൂക്കിക്കൊന്നോട്ടെ എന്ന് പറയലല്ല, കൊല്ലാതിരിക്കലാണ് ന്യായം. അതിലൊന്നും തർക്കമൊന്നുമില്ല. തെരഞ്ഞെടുപ്പാകുമ്പോൾ ഹീറ്റഡ് ആയിട്ടുള്ള, ചിലപ്പോൾ നമുക്ക് യോജിക്കാവുന്നതും വിയോജിക്കുന്നതുമായ വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയതയ്ക്കപ്പുറം ഹീറ്റഡ് ആയിട്ടുള്ള എന്ത്? ശരി, ഒരിടവേള കൂടി എടുക്കുന്നു. ഓക്കെ, തിരികെ വരാം. ശ്രീ ദാമോദർ പ്രസാദ്, ഇപ്പോ നോക്കൂ, വടകരയുമായി ബന്ധപ്പെട്ട് വലിയ പരാമർശങ്ങൾ ഉണ്ടാവുകയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം അത് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അത്തരത്തിലുള്ള ആരോപണങ്ങളും അത്തരത്തിലുള്ള പ്രശ്നങ്ങളും തന്നെയാണ് വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ വരുന്നത്. കേരളത്തിലെ ഈ അന്തരീക്ഷം തീർച്ചയായിട്ടും സെറ്റ് ചെയ്തതിൽ AK ബാലൻ പാലക്കാട് എന്നുള്ള മുതിർന്ന CPM നേതാവിനും പങ്കുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയെ ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞ പോലെ തുടങ്ങി മുസ്ലിം വിരുദ്ധമായിട്ട് വിദ്വേഷം കേരളത്തിൽ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇത് നമ്മളന്ന് വിമർശിക്കപ്പെട്ട കേരളത്തിൻ്റെ സെക്യുലർ സമൂഹത്തിൻ്റെ വെല്ലുവിളി ഉയർത്തപ്പെട്ടതാണ്. തുടർന്ന് ഗുരുവായൂർ അമ്പലമുണ്ട്, അവിടുത്തെ വേറെ ഗുരുവായൂരും ക്ഷേത്രമുള്ളതുകൊണ്ട് അവിടെ വേറെ ഇതര മതസ്ഥർക്കൊന്നും MLA മാരാകാൻ പാടില്ല. എന്തൊക്കെ അസംബന്ധമാണ് ഇവർ പറയുന്നത്? ഒന്ന് TV വന്നിട്ട് അസംബന്ധം വിളിച്ച് പറയുന്നത് ഇങ്ങനെ വന്നിട്ട് ഇത് ഗുരുതരമായ ഭവിഷ്യത്തുള്ളതും കേരള സമൂഹത്തെ വിഭജിക്കുന്നതുമായ തന്ത്രമാണ്. മറ്റേത് ന്യൂനപക്ഷ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ഒരു MPയും രാഷ്ട്രീയ പ്രാതിനിധ്യമാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന സങ്കല്പമെങ്കിലും മനസ്സിലാക്കണം. ആ നിലയ്ക്ക് ഇന്ത്യൻ ന്യൂനപക്ഷങ്ങളിൽ പ്രാതിനിധ്യത്തെക്കുറിച്ചാണ് വിമർശനം ഉയർത്തുന്നത്. അപ്പോൾ ആണ്
MLA ഇന്ന സ്ഥലത്ത്, ഞങ്ങൾക്ക് ശബരിമല നിൽക്കുന്ന സ്ഥലത്ത് ഈ ഹിന്ദു MLA. എന്ത് അസംബന്ധമാണ്, മാത്രം അസംബന്ധങ്ങളുപരി എന്തൊരു സാമൂഹ്യമായ ദ്രോഹമാണ് ചെയ്യുന്നത്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പോകുന്ന ഒരു MLA എന്ന് പറയും, ഒരു MLA പോകുന്ന സ്ഥാനത്ത് മത്സരിക്കാൻ പോകുന്ന ആൾ വന്ന് പറയുന്നതാണ്. ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് ഭീകരമാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കുന്നതിന് പലതരത്തിലുള്ള രാഷ്ട്രീയ സഹായങ്ങളും പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. ഇത്തരം പ്രസ്താവനകൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മുസ്ലിം വിരുദ്ധ പ്രസ്താവന കേരളത്തിൽ വ്യാപകമാവുന്ന കാര്യം ഈ നിലയ്ക്ക് ഒരു പൊളിറ്റിക്സ് കേരളത്തിൽ രൂപപ്പെടുത്താനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കുന്നതിൻ്റെ കാരണം ഇത് കുറേ നാളും വെള്ളാപ്പള്ളി പറഞ്ഞ തുടർച്ചയാണ്. ഇതൊക്കെ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ പറഞ്ഞ തുടർച്ചയാണ്. അതിനതിന് എത്ര വിമർശിച്ചിട്ടുണ്ട്, എത്ര എതിർക്കാൻ പോയിട്ടുണ്ട്, കേരളം CPM എതിർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കേരളത്തിൽ അന്തരീക്ഷം സെറ്റ് ചെയ്യുന്നത്, ഭീകരമായ ഒരു അന്തരീക്ഷം കേരളം സെറ്റ് ചെയ്യുന്നത്, മുസ്ലിം വിരുദ്ധരുടെ വ്യാപകമായ ഒരു അന്തരീക്ഷം സെറ്റ് ചെയ്യുന്നത് സത്യത്തിൽ പറയുകയാണെങ്കിൽ കേരളം സംബന്ധിച്ചിടത്തോളം ചിഹ്ന ഭിന്നമാക്കാനുള്ള ശ്രമത്തിനാക്കണം. അതിൽ നിന്ന് എന്തെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയാൽ അത് വിജയിക്കുക. ആ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് നേടാൻ, അതായത് ഇപ്പോൾ മനസ്സിലായില്ലേ, വികസനം കഴിഞ്ഞു, ആദ്യഘട്ടത്തിലെ വികസനമൊക്കെ ആദ്യത്തെ ഒരു പ്രച്ഛന്ന വേഷം, അത് കഴിഞ്ഞ് യഥാർത്ഥ വേഷം പുറത്തെടുക്കും. അത് കഴിഞ്ഞാലാണ് ഈ കത്തി തുടങ്ങിയ വേഷങ്ങൾ രൗദ്ര രൂപം പുറത്തെടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പറയാം. ഈ തുടർന്നുള്ള ദിവസങ്ങൾ ഇതുപോലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം തെരഞ്ഞെടുപ്പ് നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് കരുതൽ വേണ്ട. നമ്മുടെ മാധ്യമങ്ങളും കേരളത്തിലെ പൊതുസമൂഹവും സിവിൽ സമൂഹവും മാധ്യമങ്ങളെ കരുതലോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്ത് സംസാരിക്കുന്നത്. കാര്യം ഇതൊന്നും വലിയൊരു പ്രചാരണം പോലും കൊടുക്കുന്നതിൻ്റെ അഭിപ്രായം. കാര്യം ഇതിനൊക്കെ തീർച്ചയായിട്ടും അതുകൊണ്ട് ശരിയായ കാര്യം ചെയ്യുന്നത്, ഇതിനെ കൗണ്ടർ ചെയ്യപ്പെടേണ്ടതാണ്, ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് നന്നായി ചെയ്തു എന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ ഇത് നമ്മൾ ആവർത്തിച്ച് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത് കേരളത്തിൽ സൃഷ്ടിക്കുന്ന ഒരു ഭീതമായ സാഹചര്യമുണ്ട്. ഇത് കേരള സ്ഥലത്തേക്ക് ഇതിലൂടെ മാത്രമേ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന അവസരം എന്ന് പറയുന്നത് എന്തായിരിക്കും സ്ഥിതി കേരളത്തിൽ? ഇതെല്ലാം തന്നെ വാസ്തവം പറയുന്നത് കേരളത്തിൻ്റെ കേരളത്തിനെതിരെ ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നത് കുറച്ച് കാലമായി സൃഷ്ടിക്കപ്പെട്ട അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ട ഒരുപാട് പേർക്ക് പങ്കുണ്ട് അതിൻ്റെ അകത്ത്. അതിൽ ഇടതുപക്ഷത്തിനും ഒരു ചെറിയ റോൾ വന്ന് നിർവഹിച്ചിരുന്ന കാര്യം പറയാതിരിക്കാനും, മൗനത്തിലൂടെ ആ റോൾ നിർവഹിച്ചിട്ടുണ്ട് ഇടതുപക്ഷവും എന്ന് പറയാതിരിക്കാമില്ല. കാരണം മുസ്ലിം ലീഗ് അപ്പുറത്താണെന്ന ഒറ്റ കാരണം കൊണ്ടും, അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് UDF ബന്ധമുള്ള അടിസ്ഥാനത്തിലും ഇങ്ങനെ വ്യാപകമായി പ്രചരിപ്പിച്ചത് കേരളം സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തിക്തഫലവും കേരളം മാത്രമല്ല അതിനെ എതിർത്ത ആൾക്കാരെ അനുഭവിക്കുന്നതാണ് എൻ്റെ തോന്നൽ. ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, ഈ 10 മണ്ഡലങ്ങൾ എണ്ണി പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു ഡീൽ നടക്കുന്നുണ്ട്, 10 മണ്ഡലങ്ങളിലാണ് എന്ന് പറയും. ഇപ്പൊ നോക്കൂ, തിരുവനന്തപുരത്ത് വലിയ മത്സരം നടക്കുന്ന ഇടങ്ങളിലൊന്നും ആ ഡീൽ ആരോപണമില്ല. മറ്റുള്ള ഇടങ്ങളിലേക്കാണ് അത്തരത്തിലുള്ള ആരോപണങ്ങൾ പോകുന്നത്. എന്തുകൊണ്ട് അങ്ങനെ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഓർഗനൈസറിൻ്റെ എഡിറ്ററായിരുന്ന ബാലശങ്കറുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു മാധു. അത് 50-ലധികം സീറ്റുകളിൽ RSSൻ്റെ പിന്തുണ CPMന് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ട്. അതിന് സമാനമായ സാഹചര്യമാണ്. BJPയുടെ 1-ാം നമ്പറാണെന്ന് അവർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന പല സീറ്റുകളിലും ഘടകകക്ഷിക്ക് കൊടുത്തതിന് കുഴപ്പമൊന്നുമില്ല, അത് അവരുടെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ കൊടുക്കുമ്പോൾ ഒരു പോരാട്ടത്തിൻ്റെ ദൃശ്യം പോലും ഇല്ലാതെ വെറുതെ അങ്ങ് കൊടുത്തിട്ട് അതിൽ പലപ്പോഴും ആ തെരഞ്ഞെടുപ്പിനെ തമാശയാക്കി കളയുന്ന രീതിയിലേക്ക് പോവുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സീറ്റ് വെച്ച് വോട്ട് മറിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് ഒരു ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ്. അതിനെ ഫാക്റ്റ് വെച്ചിട്ട് അഡ്രസ്സ് ചെയ്യാൻ ഇവർ തയ്യാറായിട്ടില്ല. അപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു, സാധാരണക്കാരെ കൊള്ളയടിച്ചൊരു സർക്കാരാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല, നിരവധി വിഷയങ്ങളുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ മറവിൽ നടന്ന കൊള്ളയുമായി ബന്ധപ്പെട്ടൊക്കെ BJPയുടെ ടേക്ക് എന്തായിരുന്നു? രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് മുണ്ടെടുക്കാനും തെറി പറയാനും അറിയാമെന്നൊക്കെ പറഞ്ഞാലും പിണറായി വിജയൻ സർക്കാർ സാധാരണക്കാരൻ മുതൽ ശബരിമല ശാസ്താവിനെ വരെ കൊള്ളയടിക്കുന്ന വിഷയത്തിൽ സർക്കാരിനെതിരായിട്ട് ശക്തമായിട്ടൊരു സമരം നയിക്കാനോ ഒരു മുദ്രാവാക്യം വിളിക്കാനോ ശേഷിയില്ലാതെ തെരഞ്ഞെടുപ്പാകുമ്പോൾ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ താരതമ്യേന ശക്തി കുറഞ്ഞ സ്ഥാനാർത്ഥികളെ നിർത്തി പരസ്പരം സഹായിച്ചുകൊണ്ട് ഇവർ കോൺഗ്രസിനെ അകറ്റി നിർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് കൃത്യമായിട്ട് പാലക്കാട്ടെ മനുഷ്യരുൾപ്പെടെ കേരളത്തിലെ ഈ പറഞ്ഞ 10ഓളം മണ്ഡലങ്ങളിലുള്ള സാധാരണക്കാരായിട്ടുള്ള പൗരബോധമുള്ള ജനങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് തിരുത്തി കോൺഗ്രസിനെ UDFനെ വിജയിപ്പിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യം. ശരി, ശ്രീ ഷാബു പ്രസാദ്, കൊച്ചിയിൽ മാത്രം വേരോട്ടമുള്ള ഒരു പ്രസ്ഥാനം, അതിന് രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പോലും പറയാൻ കഴിയില്ല. അത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ വളർന്നു വന്ന ഒരു പ്രസ്ഥാനമല്ല. പക്ഷേ യാതൊരു വേരോട്ടവും ഇല്ലാത്ത ഇടങ്ങളിലൊക്കെ പോയി സീറ്റ് കൊടുക്കുകയാണ്, മത്സരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരം ഒരു ആരോപണം മുന്നോട്ട് വരില്ലേ? എന്നിട്ട് നിർത്തുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ സാമുദായിക പരിസരം നോക്കിയുള്ള കാൻഡിഡേറ്റ്സും. അല്ല, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ മാധു, ഈ രാഷ്ട്രീയ പരിചയമില്ലാത്ത അല്ലെങ്കിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രസക്തി ഇല്ലാത്ത ഒരു സംഘടന എന്നൊക്കെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്? പ്രസക്തി എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ ശരി ഒരു രാഷ്ട്രീയ പരിസരം പറയൂ, 2020 രാഷ്ട്രീയ പരിസരം പറയൂ. അല്ല,
ഒരു കാര്യം ഉണ്ടെന്നേ, അത് BJP-യുടെ അല്ലെങ്കിൽ ആ ഒരു സഖ്യത്തിന്റെ സൗകര്യമാണ് അവരെവിടൊക്കെ ആരൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നുള്ളത്. അത് തന്നെയാണ് മാധു ഞങ്ങളും പറയുന്നത്. ഇവരുടെ സൗകര്യം എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനെ പിന്തുണച്ചുകൊണ്ട് വോട്ട് മറിച്ചുകൊണ്ട്. അയ്യോ, അങ്ങ് അധിക്ഷേപത്തെ കുറിച്ചൊന്നും പറയല്ലേ. അങ്ങനെയൊന്നുമല്ല. നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അവരുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഈ പറയുന്ന മുന്നണി പാർട്ടി സീറ്റ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും നിർത്തുക. ഇത് അങ്ങനെയൊന്നുമല്ല. എറണാകുളത്ത് മാത്രം വേരോട്ടമുള്ള ഒരു പാർട്ടി എവിടെയൊക്കെയാണ് സീറ്റ് ഉണ്ടാകുന്നത്? അതുകൊണ്ടാണ് ഡീലാരോപണം ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അത് ഡീലല്ലേ എന്നൊന്നും ചോദിച്ചു കളഞ്ഞുമില്ല. അങ്ങ് അധിക്ഷേപം കാടിറക്കല്ലേ. മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ ശിഖണ്ഡി എന്ന് വിളിക്കുന്നതിനേക്കാൾ വലിയ അധിക്ഷേപമൊന്നുമില്ലല്ലോ. മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ ശിഖണ്ഡി എന്ന് വിളിക്കുന്നതിന് വലിയ ആക്ഷേപമൊന്നുമില്ല. അപ്പോ തമ്മിലാണ് ഡീല് എന്നൊക്കെ ഇവിടെ ഇപ്പൊ ഇവിടുന്ന് പോയ ഗോവൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ BJP ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിലുള്ള പറയുന്നതൊക്കെ ആധികാരികമായ അഭിപ്രായമാണല്ലേ ഇപ്പോ. അതുകൊണ്ട് തോക്കും എന്ന് ഉറപ്പായപ്പോൾ, തോൽവി മുമ്പിൽ കാണുമ്പോൾ അതിന്റെ ന്യായീകരണം ഇവർ അഡ്വാൻസ് ആയിട്ട് കണ്ടെത്തുകയാണ്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇവർ തോറ്റു, അതിന്റെ ന്യായീകരണം അഡ്വാൻസ് ആയിട്ട് കണ്ടെത്തി വെക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവര് തമ്മിൽ ഇപ്പൊ BJP-യുടെ സഖ്യകക്ഷികൾ തമ്മിലുള്ള ഇടപാട് എങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് അവർക്ക് അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകും, അതിൻ്റെതായ ധാരണകളുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞോളൂ. BJP-യുടെ സഖ്യകക്ഷിയിൽ CPM കൂടി ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ആർഗ്യുമെന്റ്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾ എന്താണെന്നാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്. നിങ്ങളുടെ സഖ്യകക്ഷികളിൽ CPM കൂടി ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ പൊളിറ്റിക്കലായിട്ട് പറയുന്നത്. അതിനെ കൃത്യമായിട്ട് മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. CPM പറയുന്നത് ഇക്കണ്ട കാലം മുഴുവൻ CPM പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസും BJP-യും തമ്മിൽ ഇടിയില്ലെന്നായിരുന്നു. ഇപ്പോഴും അവരിത് പറയുന്നു. നിങ്ങൾ പറയുന്ന CPM-ഉം BJP-യും തമ്മിൽ ഇടിയില്ലെന്ന്. CPM പറയുന്നു കോൺഗ്രസും അതാണല്ലോ നിങ്ങളുടെ 1-ാം നമ്പർ സീറ്റുകൾ എന്ന് പറഞ്ഞ സീറ്റുകളിൽ നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് മത്സരിക്കാൻ ആളില്ലാതെ നിങ്ങൾ 2020 കൊടുത്തത് എന്ത് രാഷ്ട്രീയമാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ BJP CPM-നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, വോട്ട് മറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വളരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ രണ്ടുപേരുടെയും പ്രശ്നം. ഇത് രണ്ടു കൂട്ടരും അവരുടെ തോൽവി BJP-യിൽ ചേർന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് അവർ അതിന്റെ കാരണങ്ങൾ കണ്ടെത്തുന്നു. അല്ല ശ്രീ ഷാബുപ്രസാദ്, അല്ല ഞാൻ ചോദിക്കട്ടെ, BJP അങ്ങ് വളർന്ന് പന്തലിച്ചിനി മുന്നോട്ടില്ല, ഇനി ഉയരാൻ ബാക്കിയില്ല, ആകാശം തൊട്ടു എന്ന നിലയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞോ ഇങ്ങനെ 1-ാം നമ്പറിലൊക്കെ എഴുതി വെച്ച മണ്ഡലങ്ങളൊക്കെ കൊടുക്കാൻ? ഞാനും അത് തന്നെയാണ് അത്ഭുതപ്പെടുന്നത് മാധു. നിങ്ങളുടെ വിലയേറിയ ഏറ്റവും പ്രൈം ടൈം മുഴുവനും നിങ്ങൾ വിനിയോഗിക്കുന്നത് BJP-യുടെ പറയാൻ വേണ്ടിയിട്ട്. ഇവര് കോൺഗ്രസ് പറയുന്നത് BJP-യും CPM-ഉം തമ്മില്, CPM പറയുന്ന കോൺഗ്രസും BJP. ഈ കേരളത്തിലെ മാധ്യമങ്ങളും ഈ ഇരു മുന്നണികളും BJP പറയുന്നില്ലേ CPM-ഉം കോൺഗ്രസും തമ്മിലെന്ന്? ഞാനും ആലോചിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം BJP ഇപ്പൊ ഇടതു മുന്നണിയെ പോലെയോ വലതു മുന്നണിയെ പോലെയോ ഒന്നും വളർന്ന് പന്തലിച്ചിട്ടില്ല. പക്ഷെ പന്തലിപ്പിച്ച് അടങ്ങൂ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളൊക്കെ നടക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ അത്? അല്ല, മാധ്യമങ്ങളുടെ ആ വാശി കൊണ്ടാണ് ഉള്ള നിയമസഭാ മണ്ഡലം കൂടി പോയത്. അല്ല, തെരഞ്ഞെടുപ്പാണ്, ജയിക്കുകയും തോക്കുകയും ഒക്കെ ചെയ്യും. ഇവിടെ പാലക്കാട് അടക്കി ഭരിച്ചോണ്ടിരുന്നത് എത്രയോ കാലം NN കൃഷ്ണദാസ് ഒക്കെ നല്ല നില ജയിച്ചോണ്ടിരുന്ന പാലക്കാട് ഇപ്പം എപ്പോഴാണ് പാലക്കാട് ജയിച്ചത്? NN കൃഷ്ണദാസ് പാലക്കാട് ഒന്നും ജയിച്ചിട്ടില്ലേ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അവിടെ പാലക്കാട് CPM അങ്ങനെയാണ് പാലക്കാട് പാർലമെന്റിൽ നിന്നായിരുന്നു ജയിച്ചിട്ടുള്ളത്. ശരി, ഓക്കെ, ശരി. എന്തായാലും ഡീൽ ആരോപണം, പാലക്കാട് മണ്ഡലവുമായി ബന്ധപ്പെട്ട ഡീൽ ആരോപണമാണ് ഇന്നും തെരഞ്ഞെടുപ്പിനെ ചൂടേറിയ ചർച്ചയിലേക്ക് കൊണ്ടുപോയത്. അതിനിടയിലാണ് V. ഗോപാലകൃഷ്ണന്റെ ഭാഗത്തു നിന്നൊരു പരാമർശം വന്നത്. കേസെടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു. പിന്നെ ഇനി പോലീസ് കേസ് അന്വേഷണത്തിന്റെ ഗതി അനുസരിച്ചിരിക്കും അദ്ദേഹത്തിന്റെ മത്സരിക്കുന്നതിന് തൽക്കാലം വിലക്കില്ല, പക്ഷെ മത്സരശേഷമുള്ള അവിടുത്തെ വിധി എന്ന് പറയുന്നത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. Debate with Madhu Saji.